എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെല്ലാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ ഇവിടുത്തെ കണ്ടീഷനിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഹാഷിമോട്ട് ഓഫ് തൈറോയിഡൈറ്റിസ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അത് പിന്നെ വലിയ വേദനയൊന്നുമില്ല. എല്ലാവരും അതിനൊരു തൈറോക്സിൻ, അതായത് ഹോർമോൺ റീപ്ലേസ്മെന്റ്, അതായത് അതിൽ വരുമ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് രോഗം കറക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ തൈറോയിഡിന്റെ ഹോർമോൺ കറക്റ്റ് ചെയ്യാനായിട്ട് ഗുളിക എടുത്ത് നടക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക. പിന്നെ ഏറ്റവും സിംറ്റമാറ്റിക്കൽ, നമുക്ക് ഏറ്റവും അസ്വസ്ഥതകൾ വരുത്തുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം നമ്മുടെ ഇടയിൽ കൂടുതലുള്ളത് ആർത്രൈറ്റിസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് ഫൈബ്രോമയാൾജിയ, എല്ലാം ജോയിൻറ്റും മസിലും സംബന്ധിച്ചുള്ള രോഗങ്ങൾ വളരെ, അത് പല പേരുകളിൽ ഇത് വരും. പിന്നെ ഉള്ളത് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. മിക്കവാറും സ്കിന്നിൽ വരുന്ന എല്ലാ രോഗങ്ങളും തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പേരിൽ വരാം. ഇൻഫെക്ഷൻ അല്ലാത്തതെന്ന് പറയാം. അതിൽ സോറിയാസിസ്, എക്സീമ, അതാണ് ഏറ്റവും ഇവിടെ നമ്മുടെ കോളനിയിൽ കാണുന്നത്. പിന്നെ ഈ വെള്ളപ്പാണ്ട് പോലെയുള്ളതുണ്ടല്ലോ, വിറ്റലൈഗോ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മൈൽഡ് ഫോം ഉണ്ട്, റെക്ടൈറ്റ് ഹൈപ്പോപിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ റെയർ ആണ്, പക്ഷെ കുറച്ച് നമുക്ക് മോർ ഹെൽത്ത് പ്രോബ്ലംസ് വരുത്തുന്നതാണ് കിഡ്നിയിൽ വരുന്നത്. ഈ കിഡ്നി ഫെയിലിയറിലേക്ക് കൊണ്ടുപോകുന്ന IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്നത് കിഡ്നിക്ക് വരുന്നത് അതുകൊണ്ട്. അതുപോലെ കുട്ടികളിൽ വരുന്ന ഈ നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, ഇതെല്ലാം ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ലിവറിന് വരെ ബേസിക്കലി എല്ലാ ഓർഗനും, ഏത് ഓർഗനെ വേണേലും ഇത് ബാധിക്കാം. ഇപ്പം നെർവ്സിനെ ബാധിക്കാം. നെർവ്സിനെ ബാധിക്കുമ്പം ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഈ വീക്ക്നെസ്സും ഒക്കെ വരുന്ന പലതരം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ ഈ ചിലപ്പം മറ്റേ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ ഹാർട്ടിൽ നമ്മൾ പലപ്പോഴും കാർഡിയോ റീപ്ലേസ്മെന്റ്, ഹാർട്ട് റീപ്ലേസ്മെന്റ് ഒക്കെ വരുന്ന കാർഡിയോ മയോപ്പതി എന്നൊക്കെ വരുന്നത്, അത് ഹാർട്ടിനെ ബാധിക്കുന്നത് ഇതിൽ വരുന്നതാണ്. പിന്നെ വയറിലുള്ള ഈ ഇൻഫ്ലമേറ്ററി ബൗൾ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ്, IBD, മറ്റേ IBD എന്നൊക്കെ പറയുന്ന അതിൻ്റെ ചെറിയ മൈൽഡ് ഫോംസും ഉണ്ട്, ക്രോൺസ് ഡിസീസ്, പിന്നെ കൊളൈറ്റിസ്, ഇതൊക്കെ ആ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇപ്പൊ ഈ നമ്മൾ കുറച്ചും കൂടെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് കൂടി വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നതാണ്, ഈ ചില ഫാമിലിയിലൊക്കെ ലിവർ ഡിസീസ് വന്ന് ലിവർ ഫെയിലിയറിലേക്ക് പോകും, ആൽക്കഹോളിക് ഒന്നും അല്ലാത്ത. ഇപ്പൊ ആൽക്കഹോളിക് അല്ലാത്തവരിൽ വരുന്ന, ഫാമിലിയിലായിട്ട് വരുന്ന ചില ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് വരാം. പിന്നെ ഈവൻ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുന്ന നമ്മൾ പൈൽസ്, നമ്മൾ ഈ ഹെമറോയിഡ്സ് പൈൽസ് എന്നൊക്കെ പറയുന്നത്, അതിലും ഈ ഓട്ടോഇമ്യൂൺ എൻറ്റിറ്റിയാണ് വരുന്നത്. അതുപോലെ വാസ്കുലർ, നമ്മളുടെ ഈ വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ കണ്ണിനെ ബാധിക്കുന്നുണ്ട്, സ്ലിറൈറ്റിസ്, യുവിഐറ്റിസ്. പിന്നെ മൾട്ടിപ്പിൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഇതുണ്ട്, അതായത് പല ഓർഗൻസിനെ, അതാണ് SLE എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ മസിലിനെ ബാധിക്കുന്ന മൈസ്തീനിയ ഗ്രാവിസ് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളുണ്ട്. അങ്ങനെ വളരെ ഏറ്റവും ഓൾമോസ്റ്റ് 100 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്നും ഈ ലൈഫ് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗത്തിന് കാരണം എന്താണെന്ന് അറിയത്തില്ല, ഡെഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് മിക്കവാറും ഓട്ടോഇമ്യൂൺ ഡിസീസിൽ പെട്ടതായിരിക്കും. അതാണ്. അപ്പം അത്ര അധികം രോഗങ്ങൾ ഈ കൂട്ടത്തിലാണ് വരുന്നതെന്ന്. ഇപ്പൊ ഇത് ഇങ്ങനെ പല അവയവങ്ങളെയും തൊലിപ്പുറത്തും എല്ലായിടത്തും ബാധിക്കുന്നതായിട്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ശരിക്കും എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്.
ബേസിക്കലി നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മളെ എക്സ്റ്റേണൽ നമ്മളെന്ത് ചൂട്, തണുപ്പ് ഇത് മുതൽ അറിയുന്നത് മുതൽ വൈറസ്, ബാക്ടീരിയ അല്ലെങ്കിൽ ടോക്സിൻസ് വന്നാൽ ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മളുടെ സെല്ലിനെയും പുറത്തുനിന്നുള്ളവരെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സിവിലിയൻസിനെ കാണുമ്പം അത് ശത്രുവാന്ന് കരുതി അവർക്കിട്ട് വെടിവെക്കുന്നത് പോലെയാണ്. ആ സെയിം സംഭവമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം നമ്മുടെ ജോയിന്റിന് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർത്രൈറ്റിസ്, നമ്മൾ ഈ റുമാറ്റിസം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന എല്ലാം അങ്ങനെ വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ സോറിയാസിസോ എക്സിമയോ ഒക്കെ ആയിട്ട് വരാം. കണ്ണിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, കണ്ണിന് ഐറൈറ്റിസോ യുവിഐറ്റിസോ അങ്ങനെ പോവാം. നെർവ്സിനെ ആണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞു വരും. രക്തക്കൊഴലുകളെ ആണെങ്കിൽ വാസ്കുലൈറ്റിസ് ആയിരിക്കും. അതൊക്കെ ഏത് ഭാഗത്തിനെയാണോ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കാലിലായിരിക്കാം, ചിലപ്പോൾ കയ്യിലായിരിക്കാം, അങ്ങനെ ഡിഫറെൻ്റ് ഏരിയയിലായിരിക്കും. അപ്പം അതനുസരിച്ച് സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം. അപ്പം അതാണ് സംഭവിക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഹാർട്ടിനെ ബാധിച്ച് ഹാർട്ടിലെ രക്തക്കൊഴലുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ ഹാർട്ടിൻ്റെ മസിലിനെയാണ് ബാധിക്കുന്നത് മയോപ്പതി, കാർഡിയോമയോപ്പതി, ഓട്ടോ ഇമ്മ്യൂൺ കാർഡിയോമയോപ്പതി. ലിവറിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, കിഡ്നിയാണ് ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതി. അങ്ങനെ ഡിഫറെൻ്റ് ഏത് ഓർഗനിലേക്ക് വേണമെങ്കിലും വരാമെന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കോമൺ ആയിട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫൈബ്രോമയാൽജിയ. ഈ ഫൈബ്രോമയാൽജിയ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം പൊതുവെ അതിനെ പറ്റിയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്ക് ഭക്ഷണത്തിൽ എന്ത് ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്? ഫൈബ്രോമയാൽജിയ ആണെങ്കിലും ഏത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിലും ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസിലാണ് പെടുന്നത്. മിക്കവാറും ഫൈബ്രോമയാൽജിയ എന്നല്ല, ഈ വിഭാഗത്തിൽ പെടുന്ന എല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസിലാണ് വരുന്നത്. അപ്പം ഇൻഫ്ലമേഷൻ കൂട്ടുന്ന സാധനങ്ങൾ കഴിക്കരുത്. അതാണ് നമുക്ക് പ്രൈമറി പറയാൻ പറ്റുന്നത്. പിന്നെ ചിലർക്ക് ചില സാധനങ്ങൾ പറ്റാത്തതുണ്ടാകും. അത് നമ്മൾ ഓരോന്നായിട്ട് ബൈ എക്സ്ക്ലൂഷൻ ഓർ പല ടെസ്റ്റുകളുണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ചിലർക്ക് ഇപ്പം നമ്മൾ എല്ലാത്തിനും ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുമല്ലോ. ഫുഡിന് ചിലർക്ക് പാല് പറ്റൂലായിരിക്കും, ചിലർക്ക് മുട്ട പറ്റൂലായിരിക്കും, ചിലർക്ക് ചില ടൈപ്പ് ഓഫ് ഫിഷോ, ചില ടൈപ്പ് ഓഫ് മീറ്റോ, ഈവൻ ചില ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ്, ഈവൻ റൈസ്, വീറ്റ്, ഇങ്ങനെ പല സാധനങ്ങളോട് വരാം. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ജനറലി നമുക്ക് പറയാവുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ആൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്നത് omega-6 എന്നുള്ള ഫാറ്റും അതിനെ ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന omega-3 ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അവരാണ് ബേസിക്കലി നമ്മളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. omega-3, omega-6 എന്ന് പറയുന്ന എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറയും. അതിനെ നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് പുറത്തുനിന്ന് വരണം. അപ്പോൾ അത് ഫുഡിൽ കൂടി കിട്ടിയേ പറ്റുള്ളൂ. അത് ബാലൻസസ് നമ്മളുടെ ബോഡി, ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ omega-3-6 ബാലൻസ് 1:1 ആണ് ഏറ്റവും ഐഡിയൽ ഫോർ പെർഫോമൻസ്. അതായത് നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധവും ഹീലിങ്ങും. അപ്പം നമുക്ക് ഒരു ഹീലിംഗ് ആക്ടിവിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിരോധം വരുമ്പം അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന് എന്തിനേലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി പുതിയതിനെ കൊണ്ടുവരണം. അപ്പം അതിനെ മാറ്റുന്നതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നത് അതിന് പകരം പുതിയ സെല്ലിനെ ഉണ്ടാക്കുന്ന. ഈ ആക്ടിവിറ്റീസ് ബാലൻസ്ഡ് ആയി പോകണമെങ്കിൽ ഈ omega-3-ഉം 6-ഉം ബാലൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണ്ട ന്യൂട്രിഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. ബോഡി ബിൽഡിംഗ് ന്യൂട്രിഷൻ. ബോഡി ബിൽഡിങ്ങിന് വേണ്ട ന്യൂട്രിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ omega-3-ഉം 6-ഉം ഞാൻ ഈ പറഞ്ഞ പോലെ കൺട്രോളിന് തന്നെ വേണം. അവർ തന്നെ ബോഡി ബിൽഡിങ്ങിൻ്റെ പാർട്ടാണ്. അതുകൂടാതെ omega-3-ഉം 6-ഉം 9-ഉം ആണ് മെയിൻ ബോഡി ബിൽഡിങ്ങിൽ ഫാറ്റിൻ്റെ പാർട്ട് വരുന്നത്. പിന്നെ അല്ലാതെ മസിലും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിന് വേണ്ടി വരുന്ന പ്രോട്ടീൻ വേണം. പിന്നെ ഇതെല്ലാം ബിൽഡിംഗ് നടക്കണമെങ്കിൽ അതിന് കുറേ ചെറിയ ചെറിയ ഘടകങ്ങൾ വേണം. അതിനാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നത്. പിന്നെ വാട്ടറും ഓക്സിജനും. ഈ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട്
ഇപ്പോൾ പെർഫെക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടുമ്പോഴാണ് അതാണ് നമ്മളൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് വേണ്ട ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ 2023 ഓരോ വർഷവും ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെ പറ്റി പുതിയതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെ പറ്റി എന്താണ് കാഴ്ചപ്പാട്? ഈ പഴയ കാലത്ത് ഇപ്പം ഞാനൊക്കെ മെഡിസിൻ പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഒരു 40 years ബാക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നൊന്നും പറയാറ് തന്നെ ഇല്ലെന്ന് പറയും. നമുക്കറിയില്ല, പലതിൻ്റെ മെക്കാനിസംസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താ വാദം എന്ന് തന്നെ ഇപ്പം മോഡേൺ മെഡിസിനിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. ആയുർവേദത്തിൽ അങ്ങനെയൊക്കെയുള്ള വാദം അങ്ങനത്തെയൊക്കെ പറയുമെങ്കിലും നമുക്കത് മനസ്സിലാകുകയില്ല. ഇപ്പം ഈ റുമാറ്റിസം എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി തന്നെ വന്നിട്ടുണ്ട്, വാതരോഗങ്ങൾ. അതാണ് ബേസിക്കലി ഇപ്പം നമുക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഈ റുമറ്റോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇതാണ് വരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ വളരെ റീസെൻ്റാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങൾ വന്നിരിക്കുന്നത്. അത് ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ പുതിയ അസുഖങ്ങൾ ഒക്കെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലേക്കാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പുതിയ എല്ലാം നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി ബ്ലോക്ക് ചെയ്യാനുള്ള പല രീതിയിലുള്ള മരുന്നുകൾ വരുന്നുണ്ട്. ആക്ച്വലി ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ ഈ എല്ലാത്തിനും. ഇപ്പം നമുക്കറിയാം ഏറ്റവും പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനും ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡ്സ് ആണ്. നമുക്കൊരു സിംറ്റമാറ്റിക് കൺട്രോളിന് ഫസ്റ്റ് ലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അതാണ്. അത് തന്നെ നമ്മൾ അലർജിക്ക് ഉപയോഗിക്കും, ക്യാൻസറിന് ഉപയോഗിക്കും, എല്ലാത്തിലും വരും. അതുപോലെ കുറച്ചും കൂടി സ്പെസിഫിക് ആക്ഷനുള്ള കുറേ പുതിയ മരുന്നുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പുതിയ ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും അത് ഫോളോ അപ്പ് ചെയ്യാൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനുണ്ടല്ലോ. ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ പണ്ടേ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ടെസ്റ്റുകളും അവൈലബിൾ ആയിരുന്നു. പക്ഷേ പലപ്പോഴും പല ടെസ്റ്റുകളും പഴയ കാലത്ത് ചെയ്തിരുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അതിൻ്റെ ആൻറ്റിബോഡീസ് ചെയ്യുകയല്ലായിരുന്നു ഡോക്ടേഴ്സൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്താലും ചെയ്തില്ലേലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ളത് ആകെ തൈറോക്സിനേ ഉള്ളൂ. പിന്നെ എന്തിനാ അത്രയും പൈസ മുടക്കി അതും കൂടെ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പം എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം DPO ഉണ്ട്, ANTI-TG ഉണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മളത് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ മരുന്നുകളൊന്നും പറ്റില്ല. നമ്മളുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻറ്റും ഈ അതിനെ കൺട്രോൾ ചെയ്യുന്ന omega-3-6 ബാലൻസും കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ ഇതിനകത്തുനിന്ന് മാറാൻ പറ്റുള്ളൂ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം പതുക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ മോഡേൺ മെഡിസിനിലെല്ലാം മരുന്ന് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എപ്പോഴും ഒരു പുതിയ ടെസ്റ്റ് അല്ലെ മരുന്ന്. ടെസ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാനും ഫോളോ അപ്പ് നമ്മൾക്ക് സിംറ്റമാറ്റിക്സ് അല്ലാതെ സിംറ്റമൈസ് മാത്രമല്ലാതെ നമുക്ക് ബോഡിയിലെ ചേഞ്ചും കൂടെ അറിയാൻ ഡെഫിനറ്റ്ലി ടെസ്റ്റുകൾ നല്ലതാണ്. ഇപ്പോൾ ഒത്തിരി ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കുറേയൊക്കെ ഡെഫിനറ്റ്ലി ഒത്തിരി ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. പുതിയ മരുന്നുകളും വരുന്നുണ്ട്. അപ്പം അതാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ കൂടുതൽ രോഗങ്ങളെ നമ്മൾ ഓട്ടോഇമ്മ്യൂൺ കാറ്റഗറിയിലേക്ക് വരുന്നു. അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ലെവലിൽ നടക്കുന്ന, അല്ലെ നമ്മുടെ സെല്ലുലാർ ലെവലിൽ, അല്ലെ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന ചേഞ്ചസ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ചില ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ ചോദ്യം ഒരു 4 വയസ്സുള്ള കൊച്ചിനെ പറ്റിയാണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോന്നോ? അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ വെച്ച് വരാം കോൺസ്റ്റിപ്പേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് അങ്ങനത്തെ എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അനലൈസ് ചെയ്ത് എടുത്താലേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ 4 വയസ്സുള്ള കൊച്ചിന്റെ കോൺസ്റ്റിപ്പേഷനെ പറ്റിയുള്ള ചോദ്യം വരാം. കാരണം അവരുടെ ഫുഡിൽ അവർക്ക് പറ്റാത്ത, ഫോർ എക്സാമ്പിൾ ഈ കുഞ്ഞുങ്ങള് രാത്രി കൊച്ചു ഉണ്ടായ പിള്ളേര് കരയുമല്ലോ. ചില പിള്ളേർ ഭയങ്കര കരച്ചിലായിരിക്കും രാത്രിയും പകലും എല്ലാം, ഗ്യാസ് കെട്ടി. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേണൽ മിൽക്കാണല്ലോ കഴിക്കുന്നത്. അമ്മയുടെ ഫുഡിൽ അമ്മ കഴിക്കുന്ന ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം മാറും എന്നുള്ളതാണ്.
അപ്പം പലപ്പോഴും അമ്മയുടെ ഫുഡിനുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് കുട്ടികളിൽ. പിന്നെ അല്ലാത്തവരിലേക്ക് വരുമ്പം കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നുണ്ട്, വേറൊന്നും ചിന്തിക്കണ്ട, അവരുടെ ഫുഡ് ഹാബിറ്റ് ശരിയല്ല. അവർ കളറും പ്രിസർവേറ്റീവ്സും ഉള്ള ചോക്ലേറ്റും ഉള്ള ഉണ്ടല്ലോ ഇപ്പോൾ കുറേ ഫ്രൈസ് പാക്കറ്റഡ് ആയിട്ടുള്ള അതും ബിസ്ക്കറ്റും ഒക്കെയാണ് കൊച്ചിന് കൊടുക്കുന്നതെന്ന് നോക്കുക. അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ കുട്ടികൾക്ക് ആണേലും വലിയവർക്കാണേലും എന്ത് വയറിന് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് വീറ്റ്, അതായത് ഗ്ലൂട്ടൺ ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പം നമുക്ക് ഏറ്റവും സ്റ്റഡീഡ് ആയിട്ടുള്ള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് സീലിയാക് ഡിസീസാണ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡൈജഷൻ ആയിരിക്കും, അത് പല രീതിയിൽ പ്രശ്നമാണ്, വയറിൻ്റെ അസ്വസ്ഥതയാണ്. ഫൈനലി വരുമ്പോഴേക്കും ഇൻഡൈജഷൻ ആകും, അവർക്ക് വെയിറ്റ് ലോസ് ആകാൻ തുടങ്ങും. അങ്ങനെ പല ഇതിലേക്കാണ് പോകുന്നത്. പലതരത്തിലുള്ള നമ്മൾ IBD എന്നൊക്കെ ആയിരിക്കും ആദ്യം അറിയുന്നത്. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അതൊരു എന്താ സീലിയാക് ഡിസീസ് എന്നുള്ള നിലയിലേക്ക് ഡയഗ്നോസ് ചെയ്യുന്നത്. പഴയ കാലത്തൊന്നും ഇതെന്താന്ന് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത് അത് നമ്മളുടെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കസ് എന്ന് പറയും, നമ്മുടെ ഇതൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള സെല്ലിനെ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ട് വെച്ചിരിക്കുക, അതിന് ഡാമേജ് വരുന്നതാണ്. അപ്പോൾ ആ സീലിയാക് ഡിസീസിനെ കുറിച്ച് പഠിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് ഗോതമ്പിൽ നിന്നുള്ള ഗ്ലൂട്ടണിൽ നിന്ന് വരുന്നതാണെന്നുള്ളത്. ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയാണ് അത് വരുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ അത് നമ്മളുടെ ഇൻഡസ്റ്റൈനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് ഇതെന്ന് വരുന്നത്. അപ്പം വേറൊന്നുമല്ല ഇതിന് ചെയ്യേണ്ടത്, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം കുറേ കൂടെ അതുകൊണ്ടാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ അവൈലബിലിറ്റി ഒക്കെ വരുന്നത്. എല്ലാത്തിലും ഉണ്ടല്ലോ. വലിയ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഈവൻ അവരുടെ ഇതിൻ്റെ ഫുഡിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും ഗ്ലൂട്ടൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. സാധാരണ ഉള്ളിടത്ത് നമുക്ക് സാധാരണ ഇതിലൊന്നും അറിയില്ല. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതിനകത്ത് ഇപ്പോൾ ഒരു ഫ്രൈ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അരിയാണോ ഗോതമ്പാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ശരിക്കും നമ്മുടെ FSSAI റൂൾ അനുസരിച്ച്, നമ്മുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ച് എന്ത് പാക്കറ്റഡ് സാധനങ്ങളിലും എഴുതി വെക്കണമെന്നാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവണമെന്നാണ്. പക്ഷേ ഇപ്പം വലിയ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ പാക്കറ്റഡ് അല്ല, അല്ലാതെ അവരുടെ ഫുഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അത് വേറൊരു ആസ്പെക്റ്റ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വൈറലാണെങ്കിൽ, ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ബാർലി ഈ സാധനങ്ങളിലെല്ലാം ഗ്ലൂട്ടൺ വരും. ഗോതമ്പിൽ നിന്ന് വരുന്നതാണ് മൈദയും റവയും. പലർക്കും അതറിയത്തില്ല. ശരിക്കും ഗോതമ്പിൽ നിന്നാണ് മൈദ, റവ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ബാർലി, റൈ, ഓട്സ് ഈ സാധനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ആ പ്രോട്ടീൻ നമ്മൾ ആ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം ആണെങ്കിൽ മാത്രമല്ല, സീലിയാക് ഡിസീസ് ഇൻഡസ്റ്റൈനില്ല. പക്ഷെ ഇപ്പം മനസ്സിലായിരിക്കുന്നത് വേറൊരു ഇതെന്ന്, നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി. ഈവൻ പല ബൈപ്പോളർ ഡിസീസ്, പല മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ കാരണം ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ഈവൻ സൈക്കാട്രിക് ഡിസീസ്, ഹെഡേക്ക്, അങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഗ്ലൂട്ടൻ ഒഴിവാക്കിയാൽ മാത്രം എല്ലാം മാറണമെന്നല്ല, പക്ഷെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരിത് വരുന്നുണ്ട്. അപ്പം രോഗികളാണോ, പണ്ടൊക്കെ നമ്മൾ രോഗിയാണെങ്കിൽ ബ്രെഡും ബിസ്ക്കറ്റും റസ്കും ഒക്കെയാണ് നമുക്ക് രോഗികൾക്ക് കൊടുത്തിരുന്ന സ്പെഷ്യൽ ഫുഡ്. പക്ഷെ ആ സാധനങ്ങളാണ് അത്യാവശ്യം ഒഴിവാക്കേണ്ടത്. പലരും ഏറ്റവും പിള്ളേർക്കാണെങ്കിലും കൊടുക്കാൻ നമുക്ക് ഈസി ആണല്ലോ, ഒന്നും ചെയ്യണ്ടാണ്, നല്ല ടേസ്റ്റുമാണ്. സോ നമ്മൾ അമ്മമാരാണേലും കുടുംബത്തിലാണേലും എല്ലാവർക്കും ഏറ്റവും ഈസിയും ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനമാണ് ബിസ്ക്കറ്റ്. ശരിയാണ്, വില കൂടിയ പലതരം ബിസ്ക്കറ്റുകളും ഉണ്ട്, പക്ഷെ ചീപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആയിപ്പോയി. അതായത് ഉണ്ടാക്കാനുള്ള ഈസിനെസ്സിനും ടേസ്റ്റും എല്ലാം ആയിട്ട് അഡിക്റ്റഡായി. ഒരു രോഗമുണ്ടോ, നമ്മൾ ബിസ്ക്കറ്റ്, ബ്രെഡ്, ഈവൻ ചപ്പാത്തി പോലും, അതായത് ഫുൾ ഗ്രെയിൻ, നമ്മളിപ്പം പറയും ഫുൾ ഗ്രെയിൻ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കാമെന്ന്, അതുപോലും ഒഴിവാക്കണം. കാരണം അതിൻ്റെ റീസൺ ചിലപ്പം ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആവാം. ഈ ഇങ്ങനത്തെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വരുമ്പോൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത് 2 സ്റ്റേജ് പോലെയാണ്. ആദ്യം ഇത് അറിയുന്ന സമയത്തുള്ള അസ്വസ്ഥതകൾ കാരണം അത് ഡയഗ്നോസ് ചെയ്യപ്പെടും. പിന്നെ
ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാറാ രോഗം പോലെ ഇങ്ങനെ അത് തുടർച്ചയായിട്ട് കൂടെ ഉണ്ടാവും. ശരിക്കും എന്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ? ഓട്ടോഇമ്യൂൺ ഡിസീസ് നമ്മൾ എന്ത് അസുഖങ്ങൾക്കും അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിംറ്റമാറ്റിക് ആയിട്ട് വന്ന് രോഗം അങ്ങ് സിംറ്റമാറ്റിക് ആവും. അതായത് സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത, സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ അസ്വസ്ഥതകളെയാണ്. അപ്പം നമുക്ക് ഏത് രോഗമാണെങ്കിലും നമുക്ക് സാധാരണ ഒരു 5 കാർഡിനൽ സൈൻസ് ഓർ സിംറ്റംസ് എന്ന് പറയും. അത് പനി, വേദന, ചുവപ്പ്, തടിപ്പ് അല്ലെ മുഴ, പിന്നെ ലോസ് ഓഫ് ഫങ്ഷൻ, ടയേർഡ്നെസ് അല്ലെങ്കിൽ മരണം തന്നെ. ലാസ്റ്റ് എന്താണല്ലോ മരണം എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും തുടങ്ങുന്നത് ക്ഷീണം. ചിലർക്കാണെങ്കിൽ വരുന്നത് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് മിക്കവാറും ആദ്യം തുടങ്ങുന്നത് ക്ഷീണമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ക്ഷീണമായിട്ട് നടക്കും. നാളെ കണ്ടാൽ ഒരു കുഴപ്പമില്ല. അപ്പം അവിടെ വേദന ഇവിടെ വേദനയാണെന്ന് പറയും. പക്ഷെ കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ക്ഷീണം ഉണ്ടാവും, മസിലും എല്ലാം ജോയിൻസിനും ഒക്കെ വേദന ഉണ്ടാകും. പക്ഷെ കണ്ട ആൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇങ്ങനെ പല ഡോക്ടർമാരെ പോയി കാണിക്കും. എല്ലാവരും പറയും രോഗമൊന്നുമില്ല എന്ന് പറയും. അപ്പം വീട്ടുകാർ തന്നെ പറയും നിനക്ക് തോന്നല, മാനസിക രോഗമാണ്. അവസാനം മാനസിക രോഗത്തിനും കൗൺസിലിങ്ങിനും ഒക്കെ പോകുന്നത് പ്രത്യേകിച്ച് പഴയ കാലത്ത്. കാരണം അന്ന് ഈ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് ഒന്നും ടെസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ നമുക്കറിയാം. ഒരു സിംറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് ഒന്നും തപ്പിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ലൈക്ക് ESR, CRP, HSCRP ഇങ്ങനത്തെ കുറച്ച് ജനറൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതിനൊരു തെളിവ്. അങ്ങനെയെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിയുമ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. സ്വയം തന്നെ എനിക്കൊരു രോഗമായിട്ട്, എനിക്ക് മാനസിക രോഗമായി പോയോ എന്നാണ് എല്ലാവരും. പിന്നെ ഒരു വയ്യതാനും, പക്ഷെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വയം തന്നെ ഒരു പ്രോബ്ലമാണ്, മറ്റുള്ളവരുടെ മുമ്പിലും ഒരു പ്രോബ്ലം, മറ്റുള്ളവർക്കും ഒരു പ്രോബ്ലമാണ്. ഇവർ അഭിനയിക്കുന്നതാണോ അതോ മാനസിക രോഗമാണോ, മടി കാരണം പറയുന്നതാണോ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് ഇങ്ങനെ രോഗമുള്ളപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് രോഗം ഉണ്ടോ എന്നൊരു പരിധി വരെ അറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് നോക്കാം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ തൈറോയിഡിൻ്റെ ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞൊരു ഇവിടെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസാണ്. അവിടെ തൈറോയ്ഡ് ഫങ്ഷൻ കുറഞ്ഞു വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ TPO, anti-TG പോലെയുള്ള ഇത് കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ഷീണമുള്ള ഒരാൾക്ക് തൈറോയിഡിൻ്റെ കൊണ്ടാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കാൻ പോകുമ്പോഴും നമ്മൾ തൈറോയ്ഡ് ഫങ്ഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് തൈറോയ്ഡ് ഫങ്ഷനൊക്കെ കുറയാൻ തുടങ്ങുന്നു കുറേ നാളൂടെ കഴിഞ്ഞിട്ട് TSH തന്നെ പൊങ്ങാൻ തുടങ്ങുള്ളൂ. TSH കൂടി കഴിഞ്ഞിട്ടും പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടേ T3 ഉം T4 ഉം കുറയുള്ളൂ. സോ അതിനു മുമ്പേ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ TPOയും anti-TG പോലെയുള്ള ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് നോക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിനകത്ത്. ഇപ്പോൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസുകളുടെ കാര്യം പറയുമ്പോൾ ഈ സ്ത്രീകളിൽ ചില ഓട്ടോഇമ്യൂൺ ഡിസീസസ് കൂടുതൽ ആയിട്ട് കാണാറുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ലേഡീസിൽ ആണ് ജനറലി ഇങ്ങനത്തെ ഓട്ടോഇമ്യൂൺ ഡിസീസ് കുറച്ച് കൂടുതൽ ലേഡീസിൽ വരാം. പ്രത്യേകിച്ച് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, SLE പോലെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ്, ആർത്രൈറ്റിസ് ഒക്കെ ലേഡീസിലാണ് കൂടുതൽ. നമ്മൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് നോക്കിയാലും ഈ എല്ലാ ആദ്യകാലത്തൊക്കെ ശരിക്കും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒക്കെ ലേഡീസിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഒരു 30 years ബാക്ക്, ഞാനൊക്കെ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് തുടങ്ങുന്ന 30-35 years ബാക്ക് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വളരെ കുറവായിരുന്നു. അത് തന്നെ ലേഡീസിനെ കാണാറുള്ളൂ. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ജെൻസിന് കണ്ടു തുടങ്ങിയത്. ഇപ്പം ജെൻസിനും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും ഈ ഫാറ്റുമായിട്ടുള്ള റിലേഷൻ കൊണ്ടാണ് ഈ ലേഡീസിന് കൂടുതൽ വരാൻ കാരണം. പണ്ട് പുരുഷന്മാർക്ക് ഇല്ലാതിരുന്നതും അന്ന് അവർ മോർ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. അവരുടെ മേത്ത് കൊഴുപ്പ് അടിയുന്നത് കുറവായിരുന്നു. അപ്പം ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതാണ് മൊത്തത്തിൽ ലേഡീസിന് മൊത്തത്തിൽ ബോഡിയിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. നമ്മൾ നോർമൽ റേഞ്ച് ഫാറ്റ് പറയുന്നത് തന്നെ ലേഡീസിന് ഒരു 20 to 25 ആണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്തിൽ വേണ്ടത്. ജെൻസിനാണെങ്കിൽ 10 to 15 ആണ്.
അപ്പം ഈ കൊഴുപ്പില് ഇംബാലൻസ് ആണ്. അതായത് കൊഴുപ്പിന്റെ അളവ് കൂടുന്നതും, അതായത് ലീൻ മാസ്, കൊഴുപ്പല്ലാത്ത നമ്മുടെ ബോഡിയെ പറയുന്ന ലീൻ മാസ് എന്നാണ്. ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോയിൽ വരുന്ന ചേഞ്ചും ഈ ഫാറ്റിലെ തന്നെ ഒമേഗ 3,6 ബാലൻസിൽ വരുന്ന ചേഞ്ചും, അതുപോലെ നമ്മളുടെ ഈ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മുടെ ബോഡിയിൽ കൂടുന്നതുമാണ് നമ്മളുടെ ഈ അസുഖത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ലേഡീസിനാണ്, ഫാറ്റ് ലേഡീസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ ഓട്ടോഇമ്യൂൺ ഡിസീസ് കൂടുതൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടുത്തെ ഞാൻ ഈ പറയുന്നത് നമ്മൾ കാണുന്നതിൽ SLEയും തൈറോയിഡൈറ്റിസും അതുപോലെ ഈ ആർത്രൈറ്റിസ്, ഇതൊക്കെ ലേഡീസിൽ തന്നെയാണ് കൂടുതൽ കാണുന്നത്. ഈ ഹൈപ്പോതൈറോയിഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഈ ഹൈപ്പോതൈറോയിഡ് ഉള്ള ആൾക്കാർ അവര് ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഹൈപ്പോതൈറോയിഡ് ഉള്ളവരുടെ ഭക്ഷണത്തിൽ ഒന്ന്, ഇപ്പം നമ്മൾ ഈ ഒരു റീസൺ പറയുന്നത്, ഈ ഹൈപ്പോതൈറോയിഡ്സ് ഒത്തിരി കൂടാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് ഇപ്പം റീസെൻ്റ്ലി കൂടുന്നത്, ഞാൻ ഈ പറഞ്ഞ ഫാറ്റ് ബോഡിയിൽ കൂടുന്നത്, ഒമേഗ 6 കൂടുന്നതും ഉണ്ട്. അത് കൂടാതെ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അയഡൈസ്ഡ് സോൾട്ട്, നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ മതി ഹോൾ ഫുഡിനകത്ത് വരേണ്ടി വരുന്നത്. മാക്സിമം പോയാൽ 1 ടീസ്പൂൺ സോൾട്ട് വരെ ആവാം. അതിലും കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മളുടെ ഈ അയഡൈസ്ഡ് സോൾട്ടിലും നമ്മളൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരുമ്പോഴേക്കും നമുക്കൊരു ദിവസം വേണ്ട അയഡിൻ വേണ്ട രീതിയിലാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജനറലി വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോൾട്ടിന്റെ അളവ് ഒത്തിരി കൂടുതലാണ്. ഈ അയഡൈസ്ഡ് സോൾട്ട് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയഡിന്റെ അളവ് കൂടി പോകും. അയഡിന്റെ അളവ് കൂടി പോകുന്നത് ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുത്താനാണ്. അയഡിൻ ആവശ്യമാണ്, പക്ഷെ എന്ത് സാധനവും കൂടിപ്പോയാൽ നമുക്കൊരു ബോഡിക്ക് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലതരം മരുന്നുകളുണ്ട്, നമ്മൾ ഈ ഹാർട്ടിന്റെ ബീറ്റിനൊക്കെ വ്യത്യാസം വരുമ്പോൾ കഴിക്കുന്ന അമിയോഡറോൺ എന്നൊക്കെ പറഞ്ഞാൽ, അതിനത് വെരി ഹൈ അയഡിനുള്ള മരുന്നാണത്. അപ്പോൾ അത്തരം മരുന്ന് കൂടുതൽ നാൾ ഉപയോഗിച്ചാൽ അവർക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാം. അങ്ങനെ പല അയഡിൻ കണ്ടന്റ് ഉള്ള ഫുഡുകളും അതുപോലെ മരുന്നുകളും ഉണ്ട്. അപ്പം ഈ അയഡിന്റെ അളവ് കൂടി പോകുന്നത്, പ്രത്യേകിച്ച് അയഡൈസ്ഡ് സോൾട്ട് ഓവറായിട്ട് ഉപയോഗിച്ചാൽ, സോൾട്ട് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കൊള്ളൂല, പ്രത്യേകിച്ച് അയഡൈസ്ഡ് സോൾട്ട് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോഇമ്യൂൺ ഡിസീസിന് കാരണമാകാം. അപ്പോൾ ഹൈപ്പോതൈറോയിഡ് പേഷ്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മോഡറേറ്റ് ആയിട്ട് വരാം, 1 or 2 1/2 ടീസ്പൂണൊക്കെ ഇത് വരാം. സോൾട്ടിന്റെ അളവ് കുറയ്ക്കാം, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഓരോ നമ്മളുടെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കണേ, നമ്മൾ ഓരോരുത്തരെയും ഇൻഡിവിജ്വലൈസ് ചെയ്താണ്. അപ്പം നമുക്ക് ഇന്ന ഫുഡ് എല്ലാവരും കഴിച്ചു, ഇന്ന ഫുഡ് എല്ലാവരും കഴിക്കണ്ട. ഇപ്പം ചിലർ പറയും, പഴയ കാലത്തൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ക്യാബേജ് കഴിക്കാൻ പാടില്ല, സോയ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും നമുക്ക് ഒരു ബന്ധവും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയാറില്ല. നമ്മൾ ടെസ്റ്റ് വഴി കാണുന്നതനുസരിച്ച് സോയ പാടില്ലെന്നോ ക്യാബേജ് പാടില്ലെന്നോ ഇങ്ങനത്തെ ഒന്നും നമ്മൾ എടുക്കാറില്ല. പിന്നെ നമ്മൾ ഇതൊന്നും ഒത്തിരി കഴിക്കുന്നുമില്ല, ഒരു സാധനം ഓവറായിട്ട് കഴിക്കേണ്ടി വരുന്നില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ തൈറോയ്ഡ് പേഷ്യൻസിനാണെങ്കിലും അവരുടെ ബോഡി കറക്റ്റ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള ഫുഡാണ്. പിന്നെ അവർക്ക് ചേരുന്ന ഫുഡാണോ, ചിലർക്ക് എഗ് അലർജി ആയിരിക്കും, ചിലർക്ക് മിൽക്ക് ഇൻടോളറൻ്റ് ആയിരിക്കും, ചിലർക്ക് വെണ്ടയ്ക്ക പറ്റൂല, ചിലർക്ക് കടുക് പറ്റൂല, അങ്ങനെ പലതിനോടും ഉണ്ടാവും. അതെന്താന്ന് കണ്ടുപിടിച്ച് ആ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ബ്ലാങ്കറ്റ് ആയിട്ട് ക്യാബേജ് വേണ്ടെന്നോ സോയ വേണ്ടെന്നോ ഒന്നുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ കുറച്ച് സ്പെസിഫിക് ആയിരിക്കും അവരുടെ ബോഡി. അത് കണ്ടുപിടിച്ച് ആ ഫുഡ് എടുക്കുന്നതിലാണ് നമ്മൾ സക്സസ് കാണുന്നത്. ഇപ്പം കറക്റ്റായിട്ട് ആ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂഷ്വലി ഇപ്പം തൈറോയിഡിൻ്റെ ഹാഷിമോട്ടോ തൈറോയിഡിൻ്റെ ഇതിലാണെങ്കിലും മിക്കവാറും പേർക്ക് ഇതിൻ്റെ മന്ത് ഓർ 2 നമുക്ക് ഈ തൈറോക്സിൻ ഒന്നും കൊടുക്കാതെ, അതായത് ഹോർമോൺ റീപ്ലേസ്മെന്റ് ഇല്ലാതെ T3 T4 TSH കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസും TPOയും AMAയും TGയും ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ, ചിലർക്ക് കൂടുതൽ സമയം എടുക്കും, ചിലർക്ക് കുറച്ച് സമയം. ഇതെല്ലാം നോക്കുന്ന കൂടുതൽ സമയം വേണ്ടി വരുമോ കുറച്ച് സമയം വേണ്ടി വരുമോ എന്നുള്ളത് എല്ലാം ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റ്. ഒരാൾ നോക്കുന്നത്രയും കറക്റ്റായിട്ട് മറ്റേ ആൾ നോക്കുന്നുണ്ടാവില്ല. ഒരാളുടെ ഇൻ്റലിജൻസിൻ്റെ ലെവലായിരിക്കുകയല്ല മറ്റൊരാളുടെ ഇൻ്റലിജൻസ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ മനസ്സിലാകുമ്പോൾ ചിലർക്ക് നന്നായിട്ട് മനസ്സിലാവും.
ചിലർക്ക് ആ ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ചിലര് പറയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതെന്താ ഇങ്ങനെ എഴുതുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് വേസ്റ്റാണ് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണല്ലോ, കമന്റ് ചെയ്യുമ്പം പറയും ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് അവര് മനസ്സിലാക്കണം. ഇപ്പം മനസ്സിലാകാൻ പറ്റുന്നില്ലാത്തവര് ഇതൊക്കെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഇച്ചിരിയും കൂടി ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കണം എന്ന് കരുതണം. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ 2 പേഷ്യൻസ് ആണേലും. ഒരാൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കാം, മറ്റേയാൾക്ക് അത്രയും തന്നെ റിസൾട്ട് ഉണ്ടാവില്ല. ഒന്ന് അവര് ചെയ്യുന്നുണ്ട്. നമ്മള് സ്പെഷ്യൽ എക്സസൈസും ഫുഡിലുള്ള ഇതുമൊക്കെയാണ്. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു കപ്പാസിറ്റിയാണൊന്ന്. ഇപ്പം ചിലർക്കാണ് നമ്മൾ കാണും ഭയങ്കര എഡ്യൂക്കേറ്റഡ്, ഇവരൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും എന്ന് കരുതും. പക്ഷേ നമ്മൾ ഇന്നത് കഴിക്കരുത്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് തെറ്റിക്കും. കാര്യം അവർ വലിയ പോസ്റ്റ് ഗ്രാജുവേഷനും എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ കഴിഞ്ഞവരായിരിക്കും. പക്ഷെ അവരെന്നാലും അത് തെറ്റിക്കും. അതേ സമയത്ത് ജസ്റ്റ് 10ാം ക്ലാസ് പോലും പഠിച്ചിട്ടുള്ളത്തെ കൃഷിക്കാര് ഒരു എക്സ്പോഷറും ഇല്ല. അവര് വളരെ കറക്റ്റായിട്ട് നോക്കി, ഡോക്ടറെ ഞാൻ ഇന്ന ദിസ് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കുഴപ്പമാണ്. അതേ സമയത്ത് മറ്റേ ഒരു എഞ്ചിനീയറിംഗും കഴിഞ്ഞ് സീനിയർ ആയിട്ടുള്ള ഒരാൾ വളരെ ഇന്റലിജന്റ് ആണല്ലോ എന്ന് നമ്മൾ കരുതുന്നത് അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് കരുതിയാൽ അവർക്ക് പിന്നെയും ഒരു ആർത്രൈറ്റിസ്, ഒരു ജോയിന്റ് പെയിൻ വീണ്ടും വന്നു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും, എന്താ പ്രശ്നമുള്ളത്, എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാനൊന്നും കുഴപ്പമൊന്നും ഇല്ല, ഞാനൊന്നും ഇത് ചെയ്തില്ല, എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെല്ലാത്തിനും നമ്മൾ റെക്കോർഡ് ചെയ്ത് ആണ് ചെയ്യുന്നത്. അപ്പൊ പലരും അത് റെക്കോർഡ് ചെയ്യില്ല. അതാണ് നമുക്കൊരു പ്രത്യേക ചാർട്ട് വെച്ചിട്ട് നമ്മൾ എന്താ കഴിക്കുന്നത്, ഇൻഗ്രീഡിയന്റ് എഴുതണമെന്നൊക്കെയാണ്. എന്നാൽ അത് നോക്കിയേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ല, ഞാനെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവരെഴുതിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിനകത്ത് പലപ്പോഴും അവർക്ക് അലർജിയുള്ള സാധനം അവർ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇൻടോളറൻ്റ് ആയിട്ടുള്ള അവർ കഴിക്കുന്നുണ്ടാവും. അപ്പം പലപ്പോഴും പലർക്കും അതിനൊരു സപ്പോർട്ട് വേണ്ടി വരും. അതാണ് ആ സപ്പോർട്ടാണ് നമ്മൾ കൊടുത്ത് ഓരോരുത്തരെ മനസ്സിലാക്കിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവർ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പം പഠിക്കും. ഇപ്പം ഒരു തലവേദനയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ദിവസം ചപ്പാത്തി തിന്നു, തലവേദന വന്നു, അവരിത് അറിഞ്ഞു പോലും കാണില്ല അത് ചപ്പാത്തി തിന്നതിൻ്റെയാണ്. അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് ബർഗർ മേടിച്ച് കഴിച്ചു കഴിഞ്ഞപ്പം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് വന്നില്ല എന്നിരിക്കും, 2-3 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ അവനവനും കൂടെ വളരെ സെൻസിറ്റീവായിട്ട് നോക്കി നമ്മളുടെ ബോഡിയുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക. അപ്പൊ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ബോഡിയുടെ ആവശ്യമാണ് നമ്മൾ അസുഖമായിട്ട് നമ്മുടെ ബോഡി നമ്മളോട് പറയുന്നത്. ഈ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് ആണ്. നമ്മളോട് നമ്മളുടെ ഹോൾ വോട്ടെവർ, അതിന് ജീവനെന്നോ ആത്മാവെന്നോ വോട്ടെവർ നമ്മളെ കുറിച്ച് നമ്മളുടെ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിനോട് പറഞ്ഞ് നമ്മളുടെ ശരീരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ കാര്യമാണ് ഈ വേദന, പനി, ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ മനസ്സിലാക്കാൻ പറ്റണം. അതിന് നമ്മൾ നമ്മളുടെ ബോഡിയോട് തന്നെ ചോദിച്ചാൽ മതി. വേറെ ഒന്നും ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. അടുത്തിരിക്കുന്ന അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ മക്കളോടോ ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയെന്നിരിക്കും. ഇന്നലെ ഇത് കഴിച്ചില്ലേ, അതുകൊണ്ടായിരിക്കുമോ എന്ന് ചിലപ്പോൾ കാരണം നമ്മൾ തന്നെ ഓർക്കണമെന്നില്ല. നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്ക് മെയിൻലി മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന്റെ കാര്യത്തിൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറസോ ബാക്ടീരിയോ കയറിയോ നമുക്ക് വേറെ രീതിയിൽ അറിയണം. ഓട്ടോഇമ്മ്യൂൺ ഡിസീസും നമ്മളുടെ ഫുഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്കൊരു സിംറ്റം വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും ചിന്തിക്കണം, മോളല്ലേ മോനല്ലേ അച്ഛനമ്മ എന്ത് ചെയ്തിട്ടായിരിക്കും, എന്ത് കഴിച്ചിട്ടായിരിക്കും, ഓർ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ബോഡി സ്കിന്നിലോ അല്ല ഹെയറിലോ ഹെയർ ഡേ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അഗ്രവേഷൻ വരിക, ബോഡി പെയിൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ എയറിൽ ഈവൻ പെർഫ്യൂംസ്, പെയിൻറ്റിൻ്റെയൊക്കെ സ്മെല്ല്, ഇതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനും പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എപ്പോഴെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ
ഡെഫിനറ്റ്ലി അതിനൊരു അഗ്രവേഷൻ വരാം. കാരണം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം എന്ത് വന്നാലും അത് നമ്മളുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനെ ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യത വരും. അപ്പം ഇത് മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ജസ്റ്റ് ഇതങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇത് ചെയ്തു പോകാൻ പറ്റില്ല. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പേഷ്യൻ്റായിട്ട് നമ്മളുടെ ബോഡിയെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സൈക്കാട്രിക് ഇൽനെസ് അങ്ങനത്തെ കാര്യങ്ങളുള്ള കേസുകളിൽ പറയാറുണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സ്റ്റാറ്റസും കൂടെ അറിയേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്കും ഒരു സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻ പോലെയൊക്കെ വരാറുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയാണ്? ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കുറച്ച് നാളായിട്ടുള്ളവരാണെങ്കിൽ ആ അസുഖം തന്നെ അവരെ സൈക്യാട്രിക് ആക്കും. മാനസികം ഒരു ഫിസിക്കലി കുറേ നാൾ വേദനയും ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അതുകൊണ്ട് തന്നെ മാനസിക ബുദ്ധിമുട്ട് വരാം. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് പോലെയുള്ള സ്റ്റീറോയിഡ്സും പെയിൻ കില്ലേഴ്സും എല്ലാം നമ്മളുടെ ബ്രെയിനിനെ ബാധിക്കാം. അതിൻ്റെ പേരിലുള്ള ബ്രെയിനിനെ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നാൽ ഒരു ബിഹേവിയറൽ അബ്നോർമാലിറ്റി ആണല്ലോ നമ്മളിപ്പോൾ സൈക്യാട്രിക് എന്ന് പറയുന്നത്. ഡിപ്രഷൻ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റിയും ഒക്കെയാണല്ലോ. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസുമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിലെ നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ബ്രെയിനിലെ നീർക്കെട്ട് അല്ലെങ്കിൽ ബ്രെയിനിലെ കെമിക്കലുകളുടെ വേരിയേഷൻസ് വരുത്തുന്നതും അതിൻ്റെ ബാലൻസും ഒക്കെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡും നമ്മുടെ ആക്ടിവിറ്റീസുമാണ്. ഓർ സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് വരുന്ന ഇപ്പം പിള്ളേർ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ മാനസിക രോഗം എപ്പോഴാണ് കൊച്ചു പിള്ളേർക്ക് മിക്കവാറും കയറി വരുന്നത് 10-15 വയസ്സ് 20 വയസ്സാകുമ്പോഴേക്കുമാണ് മാനസിക രോഗത്തിന് തുടക്കം തന്നെ മിക്കവാറും കണ്ടുവരുന്നത്. ഇതൊക്കെ എപ്പോഴാണ്? 10ാം ക്ലാസ് 12ാം ക്ലാസ് വരുമ്പോൾ. അപ്പം ഈ പിള്ളേരെ നമ്മൾ പുഷ് ചെയ്ത് അതിൽ മെഡിസിന് പോകണം, എൻജിനീയറിങ്ങിന് പോകണം, അങ്ങനെ അവരെ ആ പുഷ് ചെയ്യുമ്പം അവർക്ക് വരുന്ന സ്ട്രെസ്സാണ് പലപ്പോഴും ഈ മാനസിക രോഗത്തിൽ അവിടെ തുടക്കം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ വല്ല എൻട്രൻസ് കോച്ചിങ്ങിനും ഒക്കെ കൊണ്ടുപോയി അതും ചിലരൊക്കെ ഉണ്ട് പുറത്ത് കൊണ്ടുപോയി വിടുക. അവർ മലയാളം വലിയ IITയിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കോച്ചിങ് സെൻറ്ററും പോരെ പുറത്ത് രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ 10-17 വയസ്സുള്ള പിള്ളേരാണ്. അവരെ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ പേരൻസ് അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് വിടാനായിട്ട് നോക്കും. അവരെ കൊണ്ട് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ ബ്രേക്ക് ഡൗണും കൂടിയാണ് അതിനകത്ത് കാണിക്കുന്നത്. പലപ്പോഴും അവർ അതുപോലെ കോളേജിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്കത് പറ്റാതെ വരുന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഫുഡും നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഒരു കൺട്രോളും ഇല്ലാത്ത ഫുഡുകളിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഒരു രോഗം ഉണ്ടെങ്കിൽ അത് സൈക്യാട്രിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈക്യാട്രിക് ഡിസീസിൻ്റെ ചില ഇതിലൊക്കെ വളരെ ക്ലിയറാണ്. നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അത് ഏത് രീതിയിൽ ഇപ്പോൾ കൈക്ക് തളർച്ചയായിട്ട്, കാലിന് തളർച്ചയായിട്ട്, അല്ലെങ്കിൽ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷനായിട്ടായിരിക്കും അതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ബ്രെയിനിൻ്റെ ന്യൂറോൺസിനാണെങ്കിൽ വരുന്നത് സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. ഈവൻ ഇപ്പോൾ സ്കിസോഫ്രീനിയ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളിൽ നീർക്കെട്ട് പോലെ ഒന്ന് ഇൻഫ്ലമേഷൻ വരുന്നതാണ്. ഈവൻ അതിന് വേണ്ടിയിട്ട് ഈ മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞ് ജോയിൻ്റ് ഇൻഫ്ലമേഷന് കൊടുക്കുന്ന മരുന്നുകൾ മേടിച്ചിട്ടുള്ള ചില ട്രയലുകളുടെയൊക്കെ റിസൾട്ട് വരുന്നതനുസരിച്ച് അതിനും ഈ ഇത്തരം മരുന്നുകൾ ബെനിഫിഷ്യലാണെന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ മാനസിക രോഗങ്ങളും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക രോഗം കൊണ്ടാകാം, മാനസിക രോഗം തന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടാകാം, പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൊണ്ട് തന്നെ അത് ബ്രെയിനിനെ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാവാം. അങ്ങനെ പല രീതിയിലും വരാം. അപ്പം ഞാനിപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഒരു പേഷ്യൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒരു ലേഡിയാണ്, അവർ ഡയബറ്റിക്കാണ്, അവർ വർഷങ്ങളായിട്ട് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, അവർക്ക് തീരെ മേല. ഷീസ് ആക്ച്വലി മെഡിക്കൽ രീതിയിലുള്ള പ്രൊഫഷനിലുള്ള അവർക്ക്
ഈ ഒരു 2-3 വർഷമായിട്ട് അവർക്ക് കണ്ണിന് യൂവേറ്റിസം വന്നു. ആക്ച്വലി ഒരു കണ്ണ് ആദ്യം അവർ വരുമ്പോൾ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇത് വന്ന് റെറ്റിനയൊക്കെ പോയത്, റെറ്റിനയല്ല, ഈ കോർണിയയിലൊക്കെ അൾസർ പോലെയൊക്കെ ആയിട്ടിരിക്കുക ആ ഫസ്റ്റ് ടൈം അവർ വരുമ്പോൾ. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഇവരിറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് പറയുക, ഡോക്ടറെ ഇതൊക്കെ കുറേ മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും കൂടെയാണ് കേട്ടോ എന്ന്. അപ്പം ഇത്രയും നാളായിട്ട് രോഗമായിട്ട് നടക്കുന്ന ആൾക്ക് എന്തായാലും കുറേ മാനസിക പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ അനുമാനിക്കണം. അപ്പം ശരിയാണ്, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ആക്ച്വലി അങ്ങനെ കുറച്ച് വന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഈ ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ കിട്ടാതെ വരും. ഇവർക്ക് ഇതുകൊണ്ട് ആ ഇതുമുണ്ട്. അപ്പം ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഇത് വരാമെന്നുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ നോക്കണം. അതിനൊരു സപ്പോർട്ടീവ് ആകാനും കൂടെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അവരുടെ പ്രോബ്ലം അവരുടെ ബോഡിക്ക് അനുസരിച്ച് ജീവിക്കണം. ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ബോഡിക്ക് അനുസരിച്ച് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും അവർ പഠിക്കണം. അതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇതൊന്നും നമുക്ക് അതിൽ കൊണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾക്കാണേലും ശരി, പെയിനാണേലും ശരി, ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി കുറവിനാണേലും ശരി, ഏതാണേലും നമ്മളുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് ഭക്ഷണം വെച്ചാണ്. ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തെടുക്കുന്ന ന്യൂട്രിയൻസ് ആണ് നമ്മളുടെ ബോഡി ആയിട്ട് മാറുന്നത്. ആ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. നമ്മളുടെ ബോഡിക്ക് ചേരുന്ന ഭക്ഷണം, അതും കലർപ്പില്ലാത്ത വിഷമില്ലാത്ത സാധനം കഴിക്കുക. കുറച്ച് കഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച്, ഫ്യൂവൽ എഫിഷ്യൻറ്റ് നമ്മൾ പറയുമല്ലോ, നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ 1 കിലോമീറ്റർ അല്ല 7 കിലോമീറ്റർ, ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ കിട്ടുന്നതല്ലല്ലോ നമ്മൾ മേടിക്കാൻ നോക്കുന്നത്. നമ്മൾ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 30 കിലോമീറ്ററൊക്കെ കിട്ടുന്ന കാറല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ ഒരു വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി പോലെ തന്നെ നമ്മളുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ നോക്കണം. നമ്മളുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കഴിക്കുക, ഏറ്റവും മിനിമം ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാനായിട്ട് ഇത് ചെയ്യണം. നമ്മൾ വണ്ടിയുടെ കാര്യത്തിലും ഈവൻ നമ്മളുടെ ഈ കോഴിയും പശുവിനെയും ഒക്കെ വളർത്തുമ്പം അതിനൊക്കെ നമ്മൾ കറക്റ്റ് ഫുഡും പാല് കൂടുതൽ കിട്ടാനും ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ആകെ ടേസ്റ്റ് മാത്രമാണ് നോക്കുന്നത്. അതിൻ്റെ ന്യൂട്രീഷൻ ലെവലോ അതിൻ്റെ ടോക്സിൻ ലെവലോ ഒന്നും നോക്കുന്നില്ല. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പിള്ളേർക്ക് തന്നെ മേടിച്ചു കൊടുക്കുന്നത്. ഈ കാണുന്ന പേസ്ട്രികളും കളർ ഇട്ട സാധനങ്ങളും എന്തെല്ലാമോ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതിയോ. അതിനകത്ത് എന്താ ഇട്ടിരിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത സാധനങ്ങൾ നമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ന്യൂട്രീഷനും കൊച്ചിന് എന്ത് ഹെൽത്ത് കിട്ടും അത് കഴിച്ചാലെന്നല്ല, നമ്മൾ അതിൻ്റെ ടേസ്റ്റിൽ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അങ്ങ് നമ്മുടെ ഈയാൻ പാറ്റകൾ വെളിച്ചം കാണുമ്പോൾ അതിലേക്ക് വന്ന് വീഴുന്ന പോലെയാണ് നമ്മൾ ഫുഡിലേക്ക് വന്ന് വീഴുന്നത്. ശരിക്കും ഈ കല്യാണങ്ങൾക്കൊക്കെ ബുഫേക്കൊക്കെ പോകുമ്പം ആൾക്കാർ എന്തൊരു വെപ്രാളം പിടിച്ചതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ ശരിക്കും ആ ഫുഡിനോടും അതിൻ്റെ ആ ടേസ്റ്റിനോടും വന്നിട്ടുള്ള അഡിക്ഷൻ ശരിക്കും അതിലേക്ക് നമ്മൾ പോയി വീണ് അത് രോഗങ്ങളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെ പറ്റി പറയുമ്പോൾ പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വഴിയാണെന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. അതേസമയം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വന്നേക്കുന്ന ഒരാൾക്ക് ദാറ്റ് ഈസ് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെട്ട ഒരാൾ പറയുന്നു, പിന്നീട് അയാൾക്ക് പിന്നെയും ഈ ചെസ്റ്റ് ഇൻഫെക്ഷനും അല്ലാത്ത ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ കൂടുതലാണോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിയിരിക്കുക. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവനോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ വീട്ടിൽ ഒരു കള്ളനോ അല്ലെ വീട്ടിലെ പുറത്തുനിന്നുള്ളൊരു അറ്റാക്ക് വരുമ്പം നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരുമയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കള്ളനോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണേൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്
അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ തന്നെ നമ്മളുടെ വീടിൻ്റെ ഭിത്തി തുറന്ന് വച്ചിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പുറത്തുനിന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാളുടെ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്നുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വളരെ റെയറായിട്ട് ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട്, എനിക്ക് പനി വന്നപ്പോൾ എൻ്റെ വേദന കുറഞ്ഞെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്നപ്പം പുറത്തുനിന്നുള്ള ആളെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പം ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളിവിടെയുള്ള ആളെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പം അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ ചിലപ്പോൾ പനി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇത് തുടങ്ങുന്നത് തന്നെ. അതായത് നമ്മുടെ മേത്തൊരു വൈറസ് കയറി, ആ വൈറസ് കയറിക്കഴിഞ്ഞിട്ട് കുറച്ച് അവരവിടെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഇതിലാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയും. റുമാറ്റിക് ഫീവർ വരുമ്പം പേഷ്യൻറ്റിന് വരുന്ന എന്താ, പനി ഉണ്ടാകും, ചെറിയൊരു ലോ ഗ്രേഡ് പനി ഉണ്ടാകും, ഒരു ജോയിൻറ്റിന് പെയിൻ ആയിരിക്കും, അവിടെ നീര് വന്നു. 2 ദിവസം കഴിയുമ്പോൾ ആ ജോയിൻറ്റിൽ നിന്ന് പറയുന്ന വേറൊരു ജോയിൻറ്റിലേക്ക് വരും. ഇപ്പോൾ മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലീറ്റിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പം പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മെഡിക്കലി തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റുമാറ്റിക് ഫീവർ ബൈറ്റ്സ് ദ ഹാർട്ട് ആൻഡ് ലിക്സ് ദ ജോയിന്റ് എന്നാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊണ്ടയിൽ നമ്മുടെ ഈ ടോൺസിലൈറ്റിസ് ആയിട്ട് ആദ്യം വരും. അതായത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷന് ഏസോ ടൈറ്ററാണ് നമ്മൾ സാധാരണ അത് ആ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോന്ന്. അപ്പോൾ ഈ ജോയിന്റ് പെയിൻ ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഏസോ ടൈറ്റർ നോക്കുന്നത് അതിന് പനിയും ജോയിന്റ് പെയിനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന മിക്കവാറും നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഏസോ ടൈറ്റർ. ഏസോ എന്ന് പറയുന്ന ആൻറ്റി സ്ട്രെപ്റ്റോകോക്കൽ ആൻറ്റിബോഡീസ്, അതാണ് നമ്മൾ നോക്കുന്നത് യൂഷ്വലി. ഈ ടെസ്റ്റ് പോസിറ്റീവായ അതിൻ്റെ അർത്ഥം ഓൾറെഡി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നു. ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നതിൻ്റെ പേരിൽ എന്തിനാണ് തൊണ്ടയിൽ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മുടെ ജോയിന്റിന് പ്രശ്നം വരുന്നത്, അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസായിട്ട് മാറുന്നത്? അതെന്തിനാണ് നമ്മുടെ ഹാർട്ടിനെ ബൈറ്റ് ചെയ്യും, ഇവിടെ ലീക്കേജ് ചെയ്യുന്നുള്ളൂ അവിടെ ബൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പല പ്രാവശ്യം ഈ റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനും അതിൻ്റെ കൂടെ റുമാറ്റിക് ഫീവറും ചിലപ്പോൾ ജോയിൻറ്റിനെ എപ്പോഴും അറ്റാക്ക് ചെയ്യണമെന്ന് തന്നെയില്ല, നമ്മുടെ ഹാർട്ട് വാൽവ്സ് ഡാമേജ് ആവും. അങ്ങനെയാണ് പലപ്പോഴും ഈ ഹാർട്ട് മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി വേണ്ടി വരുന്ന ഈ രോഗമുള്ളവർക്ക് ഇങ്ങനെ വന്ന് പല പ്രാവശ്യം വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ അറിയായിരുന്നു. അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ടൊക്കെ ഇപ്പോഴാണ് മനസ്സിലായെങ്കിലും പണ്ട് തന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പെൻസിലിൻ ഇഞ്ചെക്ഷൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് ലോങ് ആക്ടിങ് പെൻസിലിൻ 3 ആഴ്ച കൂടുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ വെച്ചെടുത്തുകൊണ്ടിരിക്കും. അതെന്തിനാ? ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. വന്നാൽ അവരുടെ ഹാർട്ട് ഡാമേജ് ആകാം, വാൽവ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരാം. ജോയിൻറ്റിനെ കുറിച്ചല്ല ഫിയർ, ഹാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഇൻഫെക്ഷൻ്റെ പേര് വരുന്നത്. ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ എന്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഓട്ടോഇമ്യൂൺ ഡിസീസായിട്ട് നമ്മളുടെ ഹാർട്ട് വാൽവ്സിനെ അല്ലെ ജോയിൻറ്റിനെ ഡാമേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെപ്റ്റോകോക്കസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി, ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സെൽ വോളിലുള്ള ഒരു പ്രോട്ടീനും നമ്മളുടെ ഹാർട്ടിൻ്റെയും നമ്മളുടെ കൊളാജൻ, നമ്മളുടെ എല്ലാം ഈ ബോഡിയിലെ ഒരു ഉണ്ടാക്കുന്ന ഒരു കൊളാജൻ എന്നുള്ള ഒരു പ്രോട്ടീനാണ്. അതാണ് ഈ ജോയിൻറ്റിൻ്റെ ടെൻഡൻസും ജോയിൻറ്റ് ക്യാപ്സ്യൂളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഹാർട്ടിനും രക്തക്കുഴലുകളും ഒക്കെ ഉണ്ടാക്കാൻ ഇത് വേണ്ടതാണ്. അപ്പം ഈ ആൻറ്റിബോഡി പോയി ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം നമ്മളുടെ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി കാരണം പോയി ഹാർട്ടിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുപോലെ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യണം. ഇറ്റ്സ് വെരി സിമ്പിൾ. സംഭവം ഇത്രയേ ഉള്ളൂ. അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ബാക്ടീരിയ ആണോ നമ്മുടെ ഹാർട്ടാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവർ അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് പല ഓട്ടോഇമ്യൂൺ ഡിസീസിലും വരുന്നത്. പലപ്പോഴും ഇത് തന്നെയാണ് പല ഓട്ടോഇമ്യൂൺ ഡിസീസ്. അതിൽ നമുക്ക് കൊച്ചു പിള്ളേരിലൊക്കെ വരുന്ന ടൈപ്പ് 1 ഡയബറ്റിസ്, അതിന് നമ്മുടെ പാൻക്രിയാസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഐലറ്റ് സെൽസിനെ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളുടെ പല ഓട്ടോഇമ്യൂൺ ഡിസീസും ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ചില വയറിനകത്തുള്ള ചിലതരം ബാക്ടീരിയസ് ആണ് പല അസുഖങ്ങൾക്കും കാരണം, ഓട്ടോഇമ്യൂൺ ഡിസീസിന് കാരണം. അതിൻ്റെ അളവ് കൂടും കുറയും. ഇപ്പം നമ്മൾ അറിയാലോ ഈ ഹെലിക്കോബാക്ടർ എന്ന് പറഞ്ഞ് ഈ ഇൻഡസ്റ്റൈനകത്തുള്ള സ്റ്റൊമക്ക്
ക്യാൻസർ ഉണ്ടാക്കും, അതുപോലെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ആ ബാക്ടീരിയയും ഈ പെർനീഷ്യസ് അനീമിയ പോലെയുള്ള ചില വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാരണങ്ങൾ. ഒരു ബാക്ടീരിയ അല്ല, ഇപ്പൊ പുതിയതായിട്ട് പലതും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ ചില ബാക്ടീരിയ ഓവർ ഗ്രോത്ത്, അല്ലെങ്കിൽ ചില ബാക്ടീരിയസ് ഇല്ലാതെ വരിക. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, അതിനകത്ത് കുറേ ബാക്ടീരിയയും ഇതൊക്കെ ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. അതിൽ വരുന്ന ഇംബാലൻസസും നമുക്ക് രോഗമായിട്ട് മാറാം. അത് ഓട്ടോഇമ്യൂൺ രോഗമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പോകും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വെച്ച് നമ്മൾ കിഡ്നിക്ക് പ്രോബ്ലം വരുന്ന കേസുകൾ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കിഡ്നി പ്രോബ്ലം വരുന്ന കേസ്, അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ ഹൈ ആയിട്ട് വരുന്ന കേസിൽ ഫുഡിൽ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റും? ഈ റീനൽ ഫെയിലിയർ എത്തിക്കഴിയുമ്പോൾ ഉള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്ക് നമ്മളുടെ വെള്ളം അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്ന് വരുന്ന വേസ്റ്റ് കളയാൻ പറ്റുന്നില്ലാത്ത നിലയെത്തി. തീരെ പറ്റില്ല. അതായത് GFR <15 എത്തിക്കഴിഞ്ഞാൽ, അതായത് ക്രിയാറ്റിൻ ഒരു 3 4 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകതരം ഡയറ്റാണ് എടുക്കേണ്ടി വരുന്നത്. അതായത് അതിന് പ്രോട്ടീൻ കുറഞ്ഞായിരിക്കണം, സോൾട്ടിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കണം. അതൊക്കെ ഫെയിലിയറുകാർക്കുള്ളതാണ്. അതേസമയത്ത് ഒരു GFR ഒരു 30 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ കൺട്രോളോ അങ്ങനത്തെ ഒന്നും പലരും എന്താന്ന് വെച്ചാൽ കിഡ്നിക്ക് ഇച്ചിരി കുറവ് വന്നു, ക്രിയാറ്റിൻ ഇച്ചിരി കൂടാൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിയൊക്കെ അങ്ങ് നിർത്തിക്കളയും. അങ്ങനെ ചെയ്യരുത്. വെള്ളം നമുക്ക് ബോഡിക്ക് ആവശ്യമാണ്. കിഡ്നിയുടെ ഈ വേസ്റ്റൊക്കെ കളയണം, യൂറിൻ പോകണം. ഈ വെള്ളം കുടിയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനെ ബോഡിക്ക് കളയാൻ പറ്റാതെ വരുന്ന ഒരു സ്റ്റേജ് വരും. അത് എൻഡ് സ്റ്റേജിലാണ് വരുന്നത്. വെള്ളത്തിനെ തന്നെ കളയാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നീരൊക്കെ വരും. കാലിലാണ് സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് മൊത്തത്തിൽ വരുമ്പോൾ കാലിലൊക്കെ നീര് വരാൻ തുടങ്ങും, എല്ലാം മുഖത്ത് നീര് വരാൻ തുടങ്ങും. ശ്വാസം മുട്ടൽ പോലെ പൾമണറി ശ്വാസകോശത്തിൽ നീര് വരാൻ, വെള്ളം കെട്ടാൻ തുടങ്ങും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു നില എത്തുമ്പോഴാണ് ഈ ഫുഡിൽ പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ റെസ്ട്രിക്ഷൻ വേണ്ടി വരുന്നത്. അല്ലാതെ നമ്മളൊരു തുടക്കക്കാർ അങ്ങനത്തെ വെള്ളത്തിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ചെറുതായിട്ട് ക്രിയാറ്റിൻ 1.1 1.2 കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഇനി എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. അത് കിഡ്നി കൂടുതൽ പ്രോബ്ലത്തിലേക്ക് വിടത്തേ ഉള്ളൂ. കിഡ്നിക്ക് വെള്ളം ആവശ്യത്തിന് വേണം. ശരിക്കും ഒരു 2 ലിറ്റേഴ്സ് വെള്ളം ഒരു ദിവസം, വേറെ കുഴപ്പമൊന്നുമില്ല, നീരൊന്നും ഇല്ലാത്തൊരു അല്ലെങ്കിൽ ഒരാൾക്ക് യൂറിൻ ഒരു 1.5 to 2 ലിറ്റേഴ്സ് യൂറിൻ പോകണം. സ്റ്റോൺ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 1.5 to 3 ലിറ്റേഴ്സ് വരെ വെള്ളം കുടിക്കുക. വെള്ളം യൂറിൻ പോകുന്ന പോലെ, വെള്ളം കുടിക്കുന്നതിനേക്കാളും പ്രധാനം യൂറിൻ പോകുന്ന, ഒത്തിരി വേർത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, നമ്മൾ കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ എല്ലാ ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ റീനൽ ഫങ്ഷൻ ചെയ്ത് നോക്കി, റീനൽ ഫങ്ഷൻ എന്ന് പറയുമ്പം അതിനകത്ത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, റീനൽ ഫങ്ഷൻ്റെ ഒരു പാർട്ടാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഇച്ചിരി കൂടിയെന്നും പറഞ്ഞ് ഉടനെ ഫ്ലവോക്സെറ്റോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ, അതായത് യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകൾ മേടിച്ച് കഴിക്കുന്നൊരു ഇത് കാണുന്നുണ്ട് പലപ്പോഴും. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന പ്രിസ്ക്രിപ്ഷൻസ് കണ്ടിട്ട് ഞാൻ പറയുന്നത്, ശരിക്കും യൂറിക് ആസിഡ് ഫ്ലവോക്സെറ്റ് പോലെയുള്ള യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് വരുന്ന ഗൗട്ട് വരുന്നവർക്കാണ്. ഗൗട്ട് എന്ന് പറഞ്ഞ് ആർത്രൈറ്റിസ്, ഒരു പ്രത്യേകതരം ആർത്രൈറ്റിസാണ് യൂറിക് ആസിഡ് കൂടുന്നത്. ശരിക്കും യൂറിക് ആസിഡ് അല്ല, യൂറിക് ആസിഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് നമ്മുടെ ജോയിൻറ്റിൽ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് വരുന്ന ഒരു കണ്ടീഷനാണ്. അവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇച്ചിരി യൂറിക് ആസിഡ് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു ജോയിൻറ്റ് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന് യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാൻ പാടില്ല. കാരണം യൂറിക് ആസിഡ് നമുക്ക് ബോഡിക്ക് വേണ്ട ഒരു സാധനമാണ്. അതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പോലെയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്, ഒന്നെങ്കിൽ യൂറിക് ആസിഡിനെ പുറത്തു വിടാൻ ബോഡിക്ക് പറ്റുന്നില്ല, അത് കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന കൂടുതൽ പ്രോട്ടീനും ഈ ഒരു DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എല്ലാ സെല്ലിനും ഉണ്ടല്ലോ, നമ്മൾ എന്ത് കഴിക്കുന്ന എല്ലാം സെൽസ് വെച്ചാണല്ലോ ഉണ്ടാക്കിയത്. ഇതിനെല്ലാത്തിനും ഉള്ള ഒരു ജനറ്റിക് മെറ്റീരിയലാണ് DNA എന്ന് പറയുന്നത്. ഈ DNA ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ യൂറിൻ, അതിൻ്റെ മെറ്റബോളിക് പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത് യൂറിക് ആസിഡ്. അപ്പോൾ അത് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അതും കിഡ്നിയുടെ രോഗമായിട്ട് കൂട്ടണം.
അതുപോലെ യൂറിൻ ആൽബുമിൻ കണ്ടിട്ടുണ്ടെങ്കിൽ യൂറിനിൽ കൂടെ പത വന്ന് പ്രോട്ടീൻ കൂടുതൽ പോകുന്നു എന്ന് കണ്ടാൽ അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് കൂട്ടണം. GFR മാത്രമല്ല, GFR ഒരു ഘടകമാണ്. GFR ക്രിയാറ്റിനെ ബേസ് ചെയ്തുള്ളതാണ്. അതും നമ്മളുടെ ഇവിടത്തേക്ക് നോർമൽ വാല്യൂ ഇടുന്നത് ക്രിയാറ്റിൻ GFR ഒക്കെ ശരിക്കും ഒരു 60 താന്നു വരുമ്പോഴേക്കും ഒരു 3rd ലെവലിലേക്ക് പോയി കഴിഞ്ഞ് മാത്രമാണ് റീനൽ ഫെയിലിയർ വരുമ്പോൾ മാത്രമേ നമ്മൾ ക്രിയാറ്റിനിൻ അബ്നോർമൽ നിലയിലേക്ക് വരുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ GFR 90ക്ക് താഴെ എത്തുമ്പോൾ തന്നെ 90ലേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു കൊച്ചുകുട്ടിയൊക്കെ ആണെങ്കിൽ GFR ഒരു 100ന് മുകളിൽ നിൽക്കേണ്ടതാ. അന്നേരം തന്നെ അത്രയും ഇല്ല 90ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം GFR 90ക്ക് താഴെ വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ മോർ ദാൻ 50% പോയെന്ന് കൂട്ടണം. 2 കിഡ്നി ഉള്ള ഒരാളുടെ ഒരു കിഡ്നി ഉണ്ടെങ്കിൽ പോലും GFR മുകളിലായിരിക്കും. ഇപ്പം നമുക്കറിയാം ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുടെ GFR 90ക്ക് മുകളിലായിരിക്കും. അപ്പം GFR താഴേക്ക് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ 50% പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ GFR ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കറിയാം യൂറിക് ആസിഡ് കൂടുവോ, ആൽബുമിൻ വരുവോ, അല്ലെ യൂറിനിൽ RBCs കാണുമോ, അതുപോലെ കാസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. WBCs ഇങ്ങനത്തെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കിഡ്നിക്കോ അല്ലെ യൂറിനറി സിസ്റ്റോ ആയിട്ട് സംബന്ധിച്ച് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് സൊസൈറ്റിയിലും ഓരോ ഇൻഡിവിജ്വലിനും വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും റീനൽ ഫെയിലിയറിലേക്ക് പോകേണ്ട വരികയില്ല. റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ വല്ലോ അക്യൂട്ട് പോയിസണിങ് വരണം, വല്ല പാമ്പ് കടിച്ച് കിഡ്നി ഡാമേജ് വരുമോ, അല്ല എന്തെങ്കിലും ടോക്സിക് ഇഫക്റ്റ് കൊണ്ട് വല്ല ആൻറ്റിബയോട്ടിക്സിൻ്റെ മരുന്ന് അല്ലെ മരുന്നിൻ്റെ പേരിൽ ഒരു റീനൽ ഫെയിലിയർ വരുകയൊക്കെ ചെയ്യണം. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാവേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഈ IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ കൊച്ചു പിള്ളേരിൽ ഈ നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ് ഒക്കെ വന്ന് ചിലപ്പോൾ അത് റിക്കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതും പലപ്പോഴും നമ്മളുടെ ഈ സ്ട്രെപ്റ്റോകോക്കസ് ആന്റിബോഡി ചില ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് ഈ നെഫ്രൈറ്റിസും നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾ നമുക്കിപ്പോൾ പേരൻസിന് അറിയാമല്ലോ, കുഞ്ഞിന് മേത്ത് നീർക്കിട്ടും മൂത്രത്തിൽ കൂടെ കോഫി കളേർഡ് കാപ്പി പോലെയുള്ള യൂറിൻ പോവുകയും മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോവുകയും പ്രഷർ കൂടുകയും ഒക്കെ ചെയ്ത അസുഖം വന്നിട്ടുള്ളവരുടെ കിഡ്നി അപ്പം പലപ്പോഴും അതിൻ്റെ ഒരു നല്ല ഫങ്ഷൻ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് ഫങ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് സിംറ്റമാറ്റിക് ആവില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ GFRും റീനൽ ഫങ്ഷനും നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ IgA നെഫ്രോപ്പതി പോലെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാൻ സാധ്യതയുള്ളത്. അപ്പം അത് നമ്മൾ ലിവറിന് കിഡ്നിക്ക് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് പറ്റാത്ത ഒരു ടോക്സിനും ചെല്ലാതെ നമ്മൾ നോക്കണം. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ കിഡ്നിക്ക് ടോക്സിസിറ്റി വരുത്തുന്ന എന്താ, മരുന്നുകൾ തന്നെ. പെയിൻ കില്ലേഴ്സ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, ആൻറ്റിബയോട്ടിക്സ്. അപ്പം ഇത്ര ഒരു കോംപ്രമൈസ്ഡ് കിഡ്നി ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് മതിയാവും. എല്ലാ മരുന്നുകൾക്കും കിഡ്നിക്ക് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പം ബിക്കോസ് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യും ഇതെല്ലാം വരുമല്ലോ. അപ്പം മരുന്നുകൾ, അതുപോലെ കളറും പ്രിസർവേറ്റീവ്സും ഇട്ടുള്ള ഫുഡ് അത് ഒഴിവാക്കുക. അതപ്പോൾ എല്ലാവർക്കും ഏറ്റവും മരുന്നുകൾ ഒഴിവാക്കാനും കളറും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ചേർന്ന ഫുഡ് ഒഴിവാക്കാനാണ് അങ്ങനെയുള്ളവരെല്ലാം നോക്കേണ്ടത്. കിഡ്നിക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ റേഞ്ച് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് തന്നെ അത് കൂടിയിട്ടുള്ളതാണ് പലപ്പോഴും ഉണ്ടാവും. അപ്പം നോർമലിൽ താഴെയാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ നിൽക്കേണ്ടത്. അപ്പോൾ 0.6 ആണ് ക്രിയാറ്റിൻ വേണ്ടെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം നിൽക്കേണ്ടത്. 0.6 to 1.2 ഒക്കെ ആയിരിക്കും സാധാരണ ലാബ്സ് ഒക്കെ കൊടുക്കുന്നത്. 0.67 എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കുക കിഡ്നി ഫംഗ്ഷൻ ഏകദേശം 50% പോയിട്ടുണ്ട്. ഇനി കെയർ എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിലരുണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞിട്ടും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബോയ്, ഈസ് ഓൺലി 23-24 വയസ്സേ ഉള്ളൂ. അവർ 15ാം വയസ്സിൽ അറിഞ്ഞതാ IgA നെഫ്രോപ്പതി ഉണ്ട്, ബയോപ്സിയും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ കുറച്ച് നാളൊക്കെ കെയർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല. ഈ കുട്ടി എന്നല്ല, ഈ പേഴ്സൺ 20s പഠിത്തമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോയി. അവിടെയും ഈ കാര്യങ്ങളൊന്നും നോക്കാതെ നടന്നു. അത് കഴിഞ്ഞ് തിരിച്ചു ഛർദിലൊക്കെ വന്നപ്പോഴാണ് നോക്കുമ്പോഴേക്കും കിഡ്നി ഫംഗ്ഷൻ കംപ്ലീറ്റ് പോയി. ക്രിയാറ്റിൻ 8-9 ഒക്കെയാണ്. എന്ത് ചെയ്യാൻ പറ്റും?
പിന്നെ അത്രയും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രിയാറ്റിനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30ക്ക് മുകളിൽ GFR നിൽക്കുന്നവരെ ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പം. തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഈ IgA നെഫ്രോപ്പതി ഒന്നും അത്ര പെട്ടെന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് 90 ഒന്നും എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഈ കിഡ്നിയുടെ പ്രശ്നം കൊണ്ടും പ്രഷറിന്റെ പേരിലും ഒക്കെ മരുന്നും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ GFR ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷെ IgA നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ പതുക്കെ അത് ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സ്ക്ലിറോസിസ് അങ്ങനത്തെ കുറെ ചേഞ്ചസ് ആണ് വരുന്നത്. അത് തിരിച്ചു കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. പിന്നെ ആകെ ചെയ്യാവുന്ന കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ നിലയിലേലും ഇനിയുള്ള നെഫ്രോൺസ്, കിഡ്നിയുടെ നെഫ്രോൺസ് ആണ് അതിൻ്റെ വർക്കിംഗ് യൂണിറ്റ് വരുന്നത്. ഇനിയുള്ളവരെങ്കിലും നമ്മൾ നശിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വീണ്ടും നമുക്ക് ചെയ്യാവുന്നത് ഫുഡും എക്സസൈസും ഈ ഓവർ വെയിറ്റ്, കിഡ്നിക്ക് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്താണെങ്കിൽ എപ്പോഴും ഓവർ വെയിറ്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്ന ഒരു കാര്യം. അപ്പോൾ വെയിറ്റ് ഒക്കെ കറക്റ്റായിട്ട് ബോഡിയുടെ ഫാറ്റ് മാസ് റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഫുഡ് കഴിച്ച്, പിന്നെ ഏറ്റവും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എല്ലാം സോളാർ ഏറ്റവും എന്താ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജി സിസ്റ്റം ആയിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. ഇതുപോലെ നമ്മളുടെ ബോഡിക്ക്, നമ്മുടെ സ്കിന്നിന് കുറേയൊക്കെ നമ്മളുടെ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും കുറച്ച് ഭക്ഷണത്തിൽ കൂടെ എയറിൽ നിന്നാണേലും കുറച്ച്, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എനർജി ആണേലും കുറച്ച്, അപ്പം നമ്മൾ സൺലൈറ്റ് കുറച്ച് കൊള്ളുക. എന്ത് അസുഖത്തിനാണേലും, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണേലും കിഡ്നി ഫെയിലിയർ ഉള്ളവരും ഒക്കെ ഒരു 1 to 2 hours നമുക്ക് സൺലൈറ്റ് നമ്മുടെ സ്കിന്നിൽ അടിക്കുന്ന ഒരു കണ്ടീഷൻ വരികയും ഏറ്റവും കുറച്ച് ഫുഡിൽ മാനേജ് ചെയ്യാം. കാരണം ഫുഡ് ആണ് വേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം മറ്റേ നമുക്ക് അതായത് ഫ്യൂവൽ, ഹൈഡ്രോ കാർബൺ, അത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഈ ഫ്യൂവലും വരുന്നത്. അപ്പം ഏറ്റവും മിനിമം ഫുഡ്, അത് പ്രോട്ടീൻ ആണെങ്കിലും കിഡ്നി പേഷ്യൻസിന് ഏറ്റവും കുറവ് പ്രോട്ടീനാണ് ഏറ്റവും പറ്റാത്ത വരുന്നത്. ഈവൻ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഏറ്റവും മിനിമം ഫുഡിൽ കഴിയുന്നതും സൂര്യപ്രകാശമൊക്കെ എനർജി ആയിട്ട് കുറച്ചെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി. ഇപ്പം അത് നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സൺ ഗേസിംഗ് എന്നൊക്കെ പറഞ്ഞ്, സൺ ഗേസിങ്ങിനൊന്നും പോകണ്ട, പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി സൂര്യപ്രകാശം വരുന്നത് ഏത് രോഗത്തിനുള്ളവർക്കാണെങ്കിലും ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. അപ്പം ആ കാര്യം മനസ്സിലാക്കി, ഇപ്പം നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേരളത്തിലുള്ളവർ ജസ്റ്റ് ഒരു മുണ്ട് മാത്രമാണ് ജെൻസാണ് ഉപയോഗിച്ചിരുന്നത്. ലേഡീസ് ആണെങ്കിലും പലപ്പോഴും ഇപ്പം അപ്പർ ക്ലാസ്സിന് മാത്രമേ മേൽമുണ്ട് പാടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് സൺ എക്സ്പോഷർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നവരാണ് നമ്മൾ. അപ്പം ഇപ്പം നമ്മൾ ഫുള്ളി കവേർഡാണ്. എപ്പോഴും AC, കാറിനകത്താണെങ്കിലും ഫിലിം പോലും ഒട്ടിച്ച് നമ്മുടെ AC ഏറ്റവും പ്രിസർവ് ചെയ്യാനായിട്ട് കാറിനകത്തേക്കും വീടിനകത്തേക്കും ഒന്നും ലൈറ്റ് കയറാത്ത നിലയിലാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് സമയമെങ്കിലും സൺലൈറ്റ് എക്സ്പോഷറിനും കൂടെ ശ്രമിക്കണം. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് സൺലൈറ്റ്. നമ്മൾ ബേസിക്കലി നമ്മൾ സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ജീവിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ചെടികൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഉണ്ടാക്കി എനർജി സംഭരിച്ചു വെച്ചിരിക്കുന്ന കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്കും കുറച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ ആണെങ്കിലും കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ഇത് വരുമ്പോൾ ചില ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത് ഒരു പരിധി വരെ കുറച്ചൊക്കെ എനർജി വോട്ടെവർ രീതിയിൽ ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ധാരണകൾ വന്നിട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ അതും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ പൊതുവെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ഈ സ്റ്റിറോയിഡ്, കോർട്ടിക്കോസ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻ്റാണ് വളരെ കൂടുതൽ ഉള്ളത്. അതേസമയം അതിനോട് ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നീണ്ടുപോയാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതേസമയം അത് പലപ്പോഴും വേറെ ബുദ്ധിമുട്ടുകളിലൊക്കെ ചെന്ന് അവസാനിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റിറോയിഡും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് എന്താണ് ശരിക്കും അത്ര കണക്ഷൻ? നമ്മൾ
ഓട്ടോഇമ്യൂൺ ഡിസീസിൽ നമ്മുടെ പ്രശ്നം എന്താ? പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വേദനയാണ്. വേദനയും ജോയിന്റ് ഒക്കെ സ്റ്റിഫ് ആവുന്നു, ജോയിന്റിന്റെ ഒക്കെ ഷേപ്പ് മാറുന്നു. ചിലരെയൊക്കെ വിരലൊക്കെ കാണാൻ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും, ചിലർ ഇങ്ങനെ വളഞ്ഞായിരിക്കും. പല ജോയിന്റ് ഡിഫോമിറ്റീസ് വന്നു പോവുകയാണ്. മുട്ടിനാണേലും എല്ലാത്തിലും ഈ ഓട്ടോഇമ്യൂൺ ആർത്രൈറ്റിസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ. അപ്പം പിന്നെ ഉള്ളത് വേദന. അപ്പം ആകെ വേദന ഇല്ലാത്ത നമ്മുടെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് മാത്രമേ ഉള്ളൂ. ഈ തൈറോയിഡിന്റെ വരുമ്പോൾ വലിയ വേദനയൊന്നും കാണില്ല. പിന്നെ ചിലർക്ക് മാത്രം തൊണ്ടയ്ക്ക് ഒരു കിരിയിരിപ്പൊക്കെ വരുള്ളൂ. പക്ഷെ ബാക്കിയുള്ള മിക്കവാറും ഉള്ള കിഡ്നിയുടെ വരുമ്പോഴും നമ്മൾ വേദന അറിയില്ല കേട്ടോ. കിഡ്നി ലിവറോ ഒക്കെ അങ്ങ് എൻഡ് സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ വേദന അറിയുള്ളൂ. പക്ഷെ ഏറ്റവും നമുക്ക് ഏറ്റവും അറിയാവുന്നതും പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതും ഈ ആർത്രൈറ്റിസ് പോലെയുള്ളതാണ്. അപ്പം ഇതിൽ വേദന വരുന്നിടത്താണ്, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? സ്റ്റിറോയിഡ് കൊടുക്കുന്നത്. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മളുടെ ബോഡി നമ്മളുടെ ഈ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട്, നമ്മളെ അൺകംഫർട്ടബിൾ ആക്കാതെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ മാത്രമല്ല ഉണ്ടാക്കുന്നത്, നമ്മളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, സോഡിയം പൊട്ടാസ്യത്തിന്റെ ഒക്കെ ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് കറക്റ്റായിട്ട് നമ്മളുടെ ബോഡി ഫങ്ഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വേദനയോ എന്തെങ്കിലും വരുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വരും, നമ്മുടെ വേദന കുറയ്ക്കും. പനിയാണേലും അത് കുറയ്ക്കും. അതായത് ഇൻഫ്ലമേറ്ററി ചേഞ്ചിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അത് നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളിപ്പോഴും ഈ അഡ്രിനൽ ഗ്ലാൻഡ് സപ്രസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ സ്റ്റിറോയിഡ് ഹോർമോൺസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം പ്രെഡ്നിസോളോൺ, വൈസോളോൺ, ഡെക്സാമെഥസോൺ, ഇങ്ങനെ പല സ്റ്റിറോയിഡ് ഹോർമോൺസും ഉണ്ട്. നമ്മൾ സ്ഥിരം ഈ ജോയിന്റ് പ്രോബ്ലംസും ഈ ആർത്രൈറ്റിസും ഒക്കെ വരുമ്പോൾ ഈവൻ അലർജിക്കും ഒക്കെ നമ്മൾ പ്രൈമറി ആയിട്ട് കൊടുക്കുന്നതാണ്. കാരണം എന്താ? നമ്മുടെ ബോഡി അത് ചിലപ്പം കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന കാണിയല്ല, അത് ആവശ്യത്തിന് പറ്റുന്നില്ല, നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നു. ഇതൊരു 10-20 ദിവസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോർമോൺ ഗ്ലാൻഡ് തന്നെ സപ്രസ്ഡ് ആയിരിക്കും. കാരണം നമ്മുടെ മുഖത്ത് ഇഷ്ടംപോലെ സ്റ്റിറോയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഒരു ACTH whatever ഒരു സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്. അത് വന്നിട്ടാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയുന്നത് ഇതുണ്ടാക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളുടെ ആ ഗ്ലാൻഡ് കുറേ നാളായി കഴിയുമ്പോഴേക്കും സപ്രസ്ഡ് ആയി. അപ്പം എന്താ പറ്റുന്നത്? നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഇൻഫെക്ഷൻ വന്നാലോ അല്ലെ നമുക്കൊരു സ്ട്രെസ് ലെവൽ കൂടിയാൽ കൂടുന്ന ഹോർമോണാണിത്. നമുക്ക് ഏത് രീതിയിലുള്ള സ്ട്രെസ് വരുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺ കൂടും. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, കോർട്ടിക്കോസ്റ്റെറോയിഡ് കൂടും. അപ്പം നമ്മളിപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡിന് പെരുമാറാനുള്ള ശേഷി ഇല്ലെന്നായിരിക്കും. അപ്പം നമുക്ക് നമ്മളുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലോ ക്യാൻസർ വന്നു കഴിഞ്ഞാലോ ഒന്നും അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഓവർകം ചെയ്യാൻ നമ്മൾക്ക് ബോഡിക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടെ ഈ ഇമ്മ്യൂണോ സപ്രസൻസും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടും. സ്റ്റിറോയിഡ് മാത്രമല്ല, ഞാനിപ്പം പലപ്പോഴും കാണാറുണ്ട് 4-5 ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റിറോയിഡ് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടും, അതിൻ്റെ ഡോസ് പറ്റിയില്ലെങ്കിൽ മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞൊരു ആൻറ്റി മെറ്റബോളൈറ്റ്, അതൊക്കെ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാറുണ്ട്. മെത്തോട്രെക്സേറ്റ് അത് ശരിക്കും ഒരു ക്യാൻസർ മെഡിസിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അതിപ്പം ഓട്ടോഇമ്യൂൺ ഡിസീസിനും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോഇമ്യൂൺ ഡിസീസ് പ്രത്യേകിച്ച് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിനും അതുപോലെ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ഇമ്മ്യൂണോ സപ്രസൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ക്യാൻസർ മെഡിസിൻ്റെ ഭാഗമായിട്ട് ക്യാൻസറിൻ്റെ സൈഡ് ഇഫക്റ്റ് മൾട്ടിപ്പിൾ മെഡിസിൻ ആണല്ലോ കീമോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെല്ലാത്തിനും ഒരു സ്ട്രോങ്ങർ സ്റ്റിറോയിഡ്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ, 1-2. ഈ സൈക്ലോഫോസ്ഫമൈഡ് എന്നൊക്കെ പറഞ്ഞ ചില ഇതുണ്ട്. അതൊക്കെ ഓട്ടോഇമ്യൂൺ ഡിസീസിനും ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ശരിക്കും പറഞ്ഞ ഈ ഇമ്മ്യൂണോസപ്രസൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ വേറൊരാളുടെ ഓർഗൻ, കിഡ്നിയോ ലിവറോ ഹാർട്ടോ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി കളയാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് ഉണ്ട്, ലൈക്ക് MMF എന്നൊക്കെ പറഞ്ഞുള്ളതുണ്ട്. അപ്പം സൈക്ലോഫോസ്ഫിൻ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3-4 ഓട്ടോഇമ്മ്യൂൺ മരുന്നുകൾ കഴിച്ചിട്ട് പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനൊക്കെ നമ്മളുടെ ബോഡി ഓവർകം ചെയ്യും. അപ്പോൾ വീണ്ടും ജോയിന്റ് പ്രോബ്ലംസും. ഇത്രയും ഞാൻ പലപ്പോഴും കാണുന്ന 3-4 മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നിട്ടും ഡിസ്കംഫർട്ടുമായിട്ടിരിക്കുന്നവരാണ്. അപ്പം പക്ഷെ നമുക്ക് ഏറ്റവും അതിനകത്തൊരു ഇതൊക്കെ ആണെങ്കിലും നമ്മളുടെ ബോഡിയെ കണ്ടറിഞ്ഞ് നമുക്കതനുസരിച്ച് ഫുഡും എക്സസൈസും ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ മരുന്നും 3-4 എണ്ണം ഉണ്ടെങ്കിൽ പോലും 2-3 മന്ത്സിനുള്ളിൽ എല്ലാ മരുന്നിൽ നിന്നും ഓവർകം ചെയ്ത് നമുക്ക് ബോഡിയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. മരുന്നില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷെ പേഷ്യൻ്റ് അതനുസരിച്ച് കറക്റ്റായിട്ട് അവരും കൂടെ അവരവരുടെ ബോഡിയെ മനസ്സിലാക്കണം. ഞാൻ മാത്രം നമ്മൾ സ്റ്റാഫോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലറോ അല്ലെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുന്നവർ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കി എടുക്കാനുള്ള വിവേകവും ഇതും കാണിക്കണം പേഷ്യൻസും കൂടെ. കാരണം ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ അതേസമയം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ് അതിനകത്തുനിന്ന് ഓവർകം ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ ഒരു ഓർഗൻ നശിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കിഡ്നി ലിവറും ഒക്കെയാണ് നശിച്ചു കഴിഞ്ഞ് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഏത് ജോയിന്റ് ആണെങ്കിലും ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ഡീവിയേഷനും ഒക്കെ വന്നതൊക്കെ നമുക്ക് തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ്. ചിലർക്ക് വളരെ ഭയങ്കര സ്റ്റിഫായിട്ട് ഇരുന്നവർക്ക് പോലും അവരുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈവൻ അവര് നമ്മളുടെ ബോഡിക്ക് നമ്മൾ എത്ര കെയർ കൊടുക്കാൻ വില്ലിങ് ആവുന്നു. അല്ലാതെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആരെങ്കിലും അത് ഇഫക്റ്റീവ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കത് മനസ്സിലായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ ബോഡിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് 100% മനസ്സിലാക്കാൻ പോലും ആവശ്യമില്ല. ശരിക്കും ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ പറയുന്നതനുസരിച്ച് ഒരു 50% ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അതുപോലും ഒരു 10% ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 25% റിസൾട്ട് കിട്ടും. അത്രയ്ക്ക്, അതായത് നമ്മുടെ സിംറ്റമാറ്റിക് റിലീഫാണ് ഞാൻ ഈ പറഞ്ഞത്. സിംറ്റമാറ്റിക് റിലീഫിന് അവർ 100% ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രൊപ്പോർഷനേറ്റ് നമുക്ക് അതാണ് നമ്മളുടെ ബോഡി അത്ര ഫോർഗിവിങ് ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചെങ്കിലും ഒരു കെയർ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുന്നില്ല, ഈ ട്രീറ്റ്മെന്റ് ഇത് ആരെങ്കിലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് മനസ്സിലായില്ല, അവർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങിയത് അത്ര കാലങ്ങളായി. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ പേഷ്യൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. പിന്നെ ചിലരുടെ കാര്യത്തിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എന്ത് കാര്യങ്ങൾക്കും ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണല്ലോ പോകുന്നത്. ചിലർക്ക് ചില ഡീവിയേഷൻസ് വരുത്തേണ്ടി വരും. അപ്പൊ അതിന് അവരും കൂടി നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒത്തിരി എല്ലാ ടെസ്റ്റ് അല്ലെങ്കിൽ തന്നെ ടെസ്റ്റുകൾക്ക് നല്ലൊരു കോസ്റ്റ് വരും. കാരണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ഒരാൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കിയെടുത്ത് അവർക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു രോഗമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്നൊരു പിറ്റേ ദിവസം രോഗം മാറുമല്ലല്ലോ ചെയ്യുന്നത്. ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അടുത്തത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത് തന്നെ നമ്മളിത് അഡ്മിഷനൊന്നും ആവശ്യമില്ലെങ്കിലും വീട്ടിലിരുന്നുകൊണ്ടാണ് ഇതൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ പടിപടിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന് ചിന്തിക്കണം. അല്ല ഇതുകൊണ്ടൊരു കാര്യമില്ല. ഇതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാൻ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതിലേക്ക് ഇറങ്ങി നോക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എൻ്റെ രോഗം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് എൻ്റെ കുറവാണ്.
അല്ലാതെ ബാക്കി ആരുടെയും കുറവായിട്ടും നമ്മൾ എടുക്കരുത്. അത് കണ്ടുപിടിക്കുക. നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഫുഡ് വെച്ചാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മുടെ എയറിൽ നിന്ന് വരുന്ന കാര്യമോ അല്ലെ നമ്മളുടെ വെള്ളത്തിലുള്ള പ്രശ്നമാണ് അല്ലെ നമ്മളുടെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളിലുള്ളതാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു പ്രോട്ടോകോൾ അനുസരിച്ച് പോകാം. പക്ഷെ ഓരോരുത്തരുടേതും ഓരോന്നായിരിക്കും. അവർക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേറൊന്നായിരിക്കും. അവരുടെ ഇന്റലിജൻസ് വൈസും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ PhD എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ബേസിക് കാര്യങ്ങൾ കോമൺ സെൻസ് ചിലപ്പോൾ അവർക്ക് മറ്റേ ജസ്റ്റ് ഒരു കൃഷിക്കാരൻ്റെ അത്രയും തന്നെ ഈ കോമൺ സെൻസും ഇന്റലിജൻസും കാണണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതും കാണാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും കരുതുന്നു ഒത്തിരി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അവർ പെട്ടെന്ന് പഠിച്ചോളുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ മനസ്സിലാക്കാനായിട്ട് അതിന് എഡ്യൂക്കേഷന് സ്റ്റാറ്റസോ ഒന്നുമല്ല. പിന്നെ ചിലർക്ക് ഇപ്പോൾ ഒത്തിരി പ്രായമായവരായിരിക്കും. അവരുടെ ഓൾറെഡി ബ്രെയിനും ഒക്കെ ഇങ്ങനെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഇതും എല്ലാം മരുന്നുകളും എല്ലാം വെച്ച് അഫക്റ്റഡ് ആയിരിക്കും. അവർക്കും ഉണ്ടാകും പ്രോബ്ലംസ്. അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ എൻ്റെയും കൂടെ കുറവാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കണം എന്ന് വിചാരിച്ച് പിന്നെ കാര്യങ്ങൾ എളുപ്പമാവുന്നതാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.